السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സലഫി അഖീദ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലെ നിലപാടുകളിലും പ്രബോധന പ്രവർത്തനങ്ങളിലും കാത്തു സൂക്ഷിക്കേണ്ടുന്ന സുപ്രധാനമായ ചില മര്യാദകളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക ദഅ്വാ രംഗം ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശിർക്കിന്റെ, ബിദ്അത്തിന്റെ, ഖുറാഫാത്തിന്റെ വക്താക്കളൊക്കെ രംഗം കീഴടക്കുകയും മുസ്ലിമീങ്ങൾ തന്നെ ശിർക്കിലേക്കും വലിയ ബിദ്അത്തുകളിലേക്കും ഖുറാഫാത്തുകളിലേക്കുമൊക്കെ മാറിപ്പോയി മുസ്ലിം ഉമ്മത്ത് ഛിന്ന ഭിന്നമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഐക്യത്തിന്റെ, സമാധാനത്തിന്റെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ നിസ്സാരമായ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടുനിൽക്കുക, നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ അഹ്ലുസുന്നയുടെ ആദർശം ഉൾക്കൊള്ളുന്ന ആളുകൾ തന്നെ ചേരിതിരിഞ്ഞു മാറി നിൽക്കുക എന്നതൊക്കെ വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ദഅവത്ത് കൊണ്ട് ഇന്നലെ വരെ ഒരാൾ ചെയ്തിരുന്ന നന്മ ഇന്നയാൾ നിർത്തിക്കളയുകയാണെങ്കിൽ അത് ശരിയായ ദഅവത്തല്ല അവിടെ നടക്കുന്നത് എന്നത് വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. ദഅവത്ത് കൊണ്ടുണ്ടാവേണ്ടത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു നന്മ ഇന്ന് കൂടുതൽ ശക്തിയായി ഉണ്ടാവണം. അതല്ല, ഞാൻ ഇന്നലെ വരെ ചെയ്ത ഒരു നന്മ ഇന്ന് ഞാൻ നിർത്തിക്കളയുകയാണെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ ശരിയായ ദഅവത്തല്ല, ശരിയായ അറിവല്ല ലഭിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഗൗരവപൂർവം മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിഷയം പണ്ഡിതന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജ് ഉൾക്കൊള്ളുന്ന ആളുകളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ അഗ്രേസരനും മുഹദ്ദിസുകളുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതനും മസ്ജിദുൻ നബവിയിലും മറ്റും ഹദീസിൽ ദർസെടുത്തുകൊണ്ടിരിക്കുന്ന വന്ധ്യവയോധികനായ പണ്ഡിതനാണ് അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദ് ഹഫിളഹുല്ലാഹു തആല. അദ്ദേഹം സലഫി ലോകത്ത് ഒരേ ആദർശം ഉൾക്കൊള്ളുന്ന, ഒരേ മൻഹജ് ഉൾക്കൊള്ളുന്ന ആളുകൾ ചില വ്യക്തികളുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആളുകളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിയുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ്, ولا شك أن الواجب على أهل السنة في كل زمان ومكان التآلف والتراحم فيما بينهم والتعاون على البر والتقوى. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ നിർബന്ധമായും എല്ലാ കാലഘട്ടത്തിലും പരസ്പരം കാരുണ്യത്തോടുകൂടിയും പരസ്പര സഹകരണത്തോടുകൂടിയുമാണ് നിലകൊള്ളേണ്ടത്. وإن مما يؤسف له في هذا الزمان ما حصل من بعض أهل السنة من وحشة واختلاف مما ترتب عليه انشغال بعضهم ببعض تجريها وتحذيرا وهجرا.
എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, അഹ്ലുസുന്നന്റെ ആളുകളാണ് എന്ന് പറയുന്ന ചില ആളുകൾ അവരിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം മറ്റുള്ള ആളുകളെ അവരുടെ ചെറിയ ചെറിയ തിന്മകളെ ചൂണ്ടിക്കാണിച്ചിട്ട് ആളുകൾക്കിടയിൽ അവർ വസ്വാസുകൾ ഉണ്ടാക്കുന്നു. ഇന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ അറിവ് സ്വീകരിക്കരുത്, ഇവരാരും ശരിയല്ല, അവരിൽ ഇന്ന കുറ്റമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തഹ്ദീർ നടത്തുന്നു. ചില ആളുകളെ അവർ ഒഴിവാക്കുന്നു. എന്നാൽ അവർ ചെയ്യേണ്ടിയിരുന്നത് വകാനൽ വാജിബു അൻ തകൂന ജുഹൂദുഹും ജമീഅൻ മുവജ്ജഹതൻ ഇലാ ഗൈരിഹിം മിനൽ കുഫാർ വഅഹ്ലിൽ ബിദ്അ അൽ മുനാവിഈന ലി അഹ്ലി സുന്നഹ്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, ഇവിടെ വലിയ കുഫർ ചെയ്യുന്ന ആളുകളുണ്ട്, ഷിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, വലിയ വലിയ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്കെതിരെ ഒറ്റക്കെട്ടായി പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു അവർ വേണ്ടിയിരുന്നത്. എന്നാൽ അതിനു പകരം അവരെന്ത് ചെയ്യാണ്? ഓരോ ആളുകളുടെ കുറ്റങ്ങൾ ഇങ്ങനെ ചകഞ്ഞന്വേഷിച്ച് അവൻ ശരിയല്ല, ഇയാൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രമാണ് തികഞ്ഞവൻ, ബാക്കിയുള്ളവർക്കൊക്കെ ന്യൂനതകളുണ്ട് എന്നുള്ള നിലക്കുള്ള നിലപാടുകൾ കാണുന്നു. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഇസ്ലാമിൽ നിന്ന് തീർത്തും തെറ്റിപ്പോയ കുഫറിന്റെ, ഷിർക്കിന്റെ, ഖുറാഫാത്തിന്റെ, വിദഅത്തിന്റെ ആളുകൾ ഇവിടെ എമ്പാടുമുണ്ട്. ആ ആളുകൾക്കെതിരെ തങ്ങളുടെ ഊർജം ചെലവഴിക്കുകയായിരുന്നു അവർ വേണ്ടിയിരുന്നത്. എന്നാൽ ഒരേ മൻഹജ് സ്വീകരിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുടെ ന്യൂനതകൾ ചകഞ്ഞന്വേഷിക്കാനാണ് അവർ മെനക്കെട്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലൈസത് അൽ ഇസ്മ ലി അഹദിൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന് ശേഷം ആരാണ് കുറ്റത്തിൽ നിന്ന് മുക്തരായിട്ടുള്ളത്? ആരാണ് സമ്പൂർണരായി 100% നല്ലവരാണ് എന്ന് പറയാൻ ആരാണുള്ളത്? ആരുമില്ല. അള്ളാഹുവിന്റെ റസൂലിന് ശേഷം ആരുമില്ല. ന്യൂനതകൾ ആളുകൾക്ക് സംഭവിക്കാം. ഫലാ യുസല്ലമു ആലിമുൻ മിൻ ഖതഇൻ. ഒരു ആലിമിന് പോലും അയാൾ അബദ്ധത്തിൽ നിന്ന് എന്തല്ല, മുക്തനല്ല. ആലിമീങ്ങൾക്ക് അബദ്ധം സംഭവിച്ചുകൂടെ? സംഭവിക്കാം. ആലിമീങ്ങൾക്ക് തെറ്റ് സംഭവിച്ചുകൂടെ? സംഭവിക്കാം. വമൻ അഖ്തഅ ലാ യുതാബ വലാ ഖതഇ. ഒരാൾക്ക് തെറ്റ് പറ്റിയ നിങ്ങൾ ആ തെറ്റ് ഫോളോ ചെയ്യണ്ട. ഒരാൾ അബദ്ധം പറഞ്ഞ അബദ്ധം പിൻപറ്റേണ്ടതുണ്ടോ? യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ വലാ യുത്തഖദു ദാലികൽ ഖത ദരീഅതൻ ഇലാ ഐബിഹി വത്തഹ്ദീരി മിൻ. എന്നാൽ ഒരാളിൽ അബദ്ധം സംഭവിച്ചു എന്നതുകൊണ്ട് ഇനി അയാൾ എനിക്ക് വേണ്ട, ഇനി നമുക്ക് അയാളെ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒഴിവാക്കുന്ന പണി അതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് പാടില്ല. ബൽ യുഗ്തഫറു ഖതഉൽ ഖലീൽ ഫീ സവാബിഹിൽ കസീർ. അയാളിൽ ഒരുപാട് ശരികളുണ്ടാകും, ആ ശരികളെ നിങ്ങൾ പരിഗണിക്ക്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൻഹജ് എന്താണ്? ആളുകളിൽ ഒരാളിൽ നന്മയും ഉണ്ടാകാം, തിന്മയും ഉണ്ടാകാം. നന്മയാണ് കൂടുതലെങ്കിൽ ആ ആളെ സ്വീകരിക്കുക, എന്നാൽ ആളുടെ അബദ്ധം സ്വീകരിക്കേണ്ടതില്ല. ഇതാണ് ഏറ്റവും ശരിയായ നിലപാട്. അതല്ലാതെ തെറ്റുകൾ സംഭവിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരാളിൽ അബദ്ധമോ തെറ്റുകളോ സംഭവിക്കുന്നു എന്നതിന്റെ പേരിൽ അയാൾക്കെതിരിൽ താക്കീത് നൽകുകയും അയാളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നതൊന്നും ശരിയായ നിലപാടല്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് മാത്രമല്ല അദ്ദേഹം പറയുകയാണ്, അന്ന മിൻ അഹ്ലിസുന്ന, ഇന്ന് അഹ്ലുസുന്നന്റെ ആളുകളാണെന്ന് പറയുന്ന ചില ആളുകൾ അവരെന്താ ചെയ്യുന്നത്? ഫീ ഹാദൽ അസ്ർ, ഈ കാലഘട്ടത്തിൽ അവർ പ്രത്യേകം രംഗത്ത് വന്നിരിക്കുന്നു. മൻ യകൂന ദൈദനുഹു വശുഗ്ലുഹു അശ്ശാഗിൽ തതബ്ബുഉൽ അഖ്താഇ വൽ ബഹ്തു അൻഹാ. ആർക്കൊക്കെ എന്തൊക്കെയാണ് കുറ്റം ഇത് അന്വേഷിക്കലാണ് അവരുടെ പണി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവരുടെ സ്വഭാവം, അവരുടെ പണി എന്താണ്? തതബ്ബുഉൽ അഖ്താ വൽ ബഹ്തു അൻഹാ. ആർക്കൊക്കെയാണ് അബദ്ധം പറ്റുന്നത് ഇത് അന്വേഷിക്കുക. സവാഉൻ കാനത് ഫിൽ മുഅല്ലഫാത്ത് അവൽ അശ്രിത. ചിലപ്പോൾ ഒരു പ്രസംഗത്തിൽ കേട്ട തെറ്റായിരിക്കും, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ കാണുന്ന തെറ്റായിരിക്കും. സുമ്മ തഹ്ദീറു മിമ്മൻ ഹസല മിൻഹു ശൈഉൻ മിൻ ഹാദിഹിൽ അഖ്താ. എന്നിട്ട് ഈ അബദ്ധം പറ്റിയ ആളുകളെ കുറിച്ച് താക്കീത് നൽകുക. കണ്ടോ, ഇത് സലഫിയത്തിന് യോജിച്ചതല്ലല്ലോ, കണ്ടോ ഇത് സുന്നത്തിനെതിരല്ലേ, അതുകൊണ്ട് ഇവരെ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നാട്ടിലേക്ക് അവർ ഇറങ്ങുന്നു. വമിൻ ഹാദിഹിൽ അഖ്താ അല്ലതി യുജറഹ് ബിഹാ അശ്ശഖ്സ് ويحذر منه بسببها تعاونه مثلا مع إحدى الجمعيات بإلقاء المحاضرات أو المشاركة في الندوات. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചില സംഘടനകളിലോ മറ്റോ പോയി
ഒരാൾ ക്ലാസ് എടുത്തു എന്ന് വിചാരിക്കുക. അദ്ദേഹം ക്ലാസ് എടുത്ത വിഷയം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമായിരിക്കും. പക്ഷേ ഇന്നാളുടെ കൂടെ പോയില്ല, അല്ലെങ്കിൽ ഇന്നാളുടെ വേദിയിൽ പങ്കെടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ കുറ്റങ്ങളുടെ പിന്നാലെ പോവുക, അബദ്ധങ്ങളുടെ പിന്നാലെ പോവുക. ഇതാണ് ചില ആളുകൾ. അവർ അഹ്ലുസുന്നന്റെ ആളുകളാണ്, പക്ഷേ അവർ ഏർപ്പെട്ടിരിക്കുന്ന ഏർപ്പാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ധാരാളം അത് റിഫ്ഖൻ അഹ്ലിസുന്ന ബി അഹ്ലിസുന്ന, അഹ്ലുസുന്നന്റെ ആളുകളെ, അഹ്ലുസുന്നത്തിന്റെ അതേ മനഹജുള്ള ആളുകളോട് നിങ്ങൾ സൗമ്യമായി നിലകൊള്ളണം, മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം എഴുതാനുള്ള കാരണം ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ രംഗപ്രവേശം ചെയ്തു. അവർ വളരെ നേരത്തെ മുമ്പേ ഉണ്ട്, വളരെ നേരത്തെയുള്ള ഒരു മൻഹജാണ്. ആ മൻഹജ് തലമുറകൾ കൈമാറി ഇപ്പോൾ അത് കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു, ഏതൊരു വിദാത്തും ശക്തി പ്രാപിച്ചതുപോലെ. അഥവാ ആളുകളുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരാളെ കൊണ്ടുവന്നു. കള്ളു കുടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ആൾ അപ്പോഴാണോ കള്ളു കുടിക്കുന്നല്ല, മുഴുക്കുടിയനാണ്, എപ്പോഴും കുടിക്കും. പക്ഷേ സ്വഹാബിയാണ്. സ്വഹാബി എന്ന് പറഞ്ഞാൽ എന്താ? സ്വഹാബത്തിന്റെ നിർവചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ നബിയെ കണ്ണുകൊണ്ട് കാണുകയും മുസ്ലിമായി തന്നെ മരിക്കുകയും ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി മരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്കാണ് എന്ത് പറയാ? സ്വഹാബി എന്ന് പറയുക. അപ്പൊ നബിയെ കണ്ട വ്യക്തിയാണ്, തൗഹീദ് സ്വീകരിച്ച ആളാണ്, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ എപ്പോഴും കള്ളു കുടിക്കുന്നതിന്റെ പേരിൽ അടികൊള്ളുന്ന ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു കൊണ്ടുവന്നു. അങ്ങനെ 80 അടി അപ്പോഴും അടിച്ചു. അപ്പൊ ചില സ്വഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെയും അള്ളാഹു ഇദ്ദേഹത്തെ ശപിക്കട്ടെ, എത്ര തവണയാണ് ഇയാളെ കള്ളു കുടിച്ചതിന്റെ പേരിൽ കൊണ്ടുവരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം നൽകിയ മറുപടി എന്താണെന്നറിയോ? ലാ തുദഈനൂ, നിങ്ങളുടെ സഹോദരൻ നിങ്ങൾ ശപിക്കരുത്. ഇന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാം. ചില ആളുകൾക്ക് ചില തെറ്റുകൾ ചിലപ്പോൾ നിർത്താൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ അത്തരം അബദ്ധങ്ങൾക്ക് ഇസ്ലാമിന്റേതായ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കി. പാരത്രിക ലോകത്ത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അയാളെ ശിക്ഷിക്കാം, അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാം. ഒരു ശാപവാക്ക് പറയാൻ പോലും ആരും സമ്മതിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. അദ്ദേഹത്തെ ഇനി മുതൽ താങ്കൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് പറ്റാത്ത ആളാണ്, കള്ളുകുടിയനായ നിങ്ങളെ ഇസ്ലാമിക സൊസൈറ്റിയിൽ കൂട്ടാൻ പറ്റൂല, അതുകൊണ്ട് ഇയാളെ പുറത്താക്കുന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല, അള്ളാഹുവിന്റെ റസൂല് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ കുല്ലു ഇബ്നി ആദമ ഖത്താഉൻ, ആദമിന്റെ മക്കൾക്കൊക്കെ തെറ്റുപറ്റാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് സംഭവിച്ച ആളുകളെ പഴിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കയറി വന്ന ഒരു സഹാബി എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, വലിയൊരു അബദ്ധം സംഭവിച്ചിരിക്കുന്നു, എനിക്ക് വലിയൊരു തെറ്റ് സംഭവിച്ചു പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കുറ്റമെന്നൊന്നും ചോദിച്ചില്ല. അദ്ദേഹം മറ്റൊരു റിവായത്തിലുള്ളത്, വഴിയിലൂടെ വരുമ്പോൾ ഒരു പെണ്ണ് തിരികെ വരുന്നുണ്ടായിരുന്നു, അവളെ കയറി പിടിച്ചു ചുംബിച്ചു. അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, വലിയൊരു തെറ്റ് സംഭവിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാരല്ല, ജമാഅത്തിന് ഞങ്ങളെ കൂടെ നിസ്കരിച്ചിരുന്നു അവിടെ പള്ളിയിൽ. അദ്ദേഹം പറഞ്ഞു, അതെ, ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, എങ്കിൽ അള്ളാഹു പുറത്തു വന്നിരിക്കുന്നു, നീ പോയിക്കോ. ആ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങിയത്, അഖിമിസ് സ്വലാത തറഫഇ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. നിങ്ങൾ 5 വക്ത് നമസ്കാരം നിലനിർത്തിക്കോ. ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്, നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ നിങ്ങളുടെ നന്മകൾ കാരണം മായിഞ്ഞു പോകും. തൗഹീദുള്ള ഒരാള് എത്ര സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുവോ അയാളിൽ നിന്ന് വന്നു പോകുന്ന അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാമെന്ന് ഏറ്റിരിക്കെ ആളുകളിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളുടെ പേരിൽ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അവരുമായി ഇനി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുകയും ചെയ്യുന്നത് മലക്കുകളാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാം. പക്ഷെ മനുഷ്യർക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ? തെറ്റുപറ്റാത്ത ആരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ളത്? അബദ്ധങ്ങൾ സംഭവിക്കാത്ത ആരാണുള്ളത്? അതുകൊണ്ട് ഒരിക്കലും ആളുകളുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുസ്ലിം സൊസൈറ്റിയിൽ ഭിന്നിപ്പുണ്ടാക്കുക, അതല്ലെങ്കിൽ അത്തരം ആളുകളെയൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറയൽ യഥാർത്ഥത്തിൽ നമുക്ക് പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ റസൂലല്ലാത്ത വേറൊരാൾക്കും അബദ്ധങ്ങളിൽ നിന്ന് അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകിയിട്ടില്ല. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അബദ്ധം സംഭവിക്കും. അതുകൊണ്ട് അവന്റെ കുറ്റുണ്ട്, അതുകൊണ്ട് ഞാൻ അവനോട് ബന്ധപ്പെടുകയില്ല എന്ന് പറയുന്ന ആ വ്യക്തി സ്വന്തം നഫ്സിലേക്ക് നോക്കുക. താൻ പൂർണ്ണനാണോ, സമ്പൂർണനാണോ? ഖുർആനിലും ഹദീസിലും വിശദീകരിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടും ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഒഴിവാക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ആർക്ക് സാധിക്കും? പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ആളുകളുണ്ടാകും, സ്വഹാബിയാണ്. അപ്പൊ താബീങ്ങളായ ശിഷ്യന്മാരുണ്ടാകും. അദ്ദേഹത്തിന് ഭയപ്പാടായിരുന്നു. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങള് ഞാൻ വലിയ മഹാനാണ് എന്ന് വിചാരിച്ചു എന്റെ വയ്യാലെ കൂടണ്ട. ലൗ തഅലമൂന ദുനൂബി മാ വതിയ അലാ വതഇ മിൻകും ഇസ്നാൻ വലഹസൈതുമു തുറാബ അലാ റഅസി. എന്റെ കൂടെ നിങ്ങൾ കൂടുന്നു, നിങ്ങൾ ആരെങ്കിലും എന്റെ കുറ്റങ്ങളെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിൽ 2 ആൾ പോലും എന്റെ കൂടെ വരുമായിരുന്നില്ല. എന്റെ തലയിൽ നിങ്ങൾ മണ്ണിട്ട് എന്നിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയപ്പെടാണ്. ഞാൻ വലിയ ഒരാളാണ്, ഞാൻ വലിയ മഹാനാണ് എന്ന് മറ്റുള്ളവർ കരുതി തന്റെ പിന്നാലെ വരുന്നതിന് അദ്ദേഹം ഭയപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു സാധാരണക്കാരനാണ്, അബദ്ധങ്ങൾ പറ്റാവുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വഹാബികളുടെ പോലും മനസ്സങ്ങനെയായിരുന്നു. ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന് സ്വഹാബികൾ ആരും കരുതിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞ എന്താണ്? അള്ളാഹു വലിയ പാപങ്ങളിൽ നിന്നൊക്കെ സുരക്ഷിതത്വം നൽകിയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത്, ഞാൻ തന്നെ എല്ലാ ദിവസവും 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യണം. അതാണ് വിനയമുണ്ടാവേണ്ടത്. അതല്ലാതെ ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ, തെറ്റുകൾ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടു നിൽക്കുക, അവരോട് പിന്നെ സലാം പറയാതിരിക്കുക, അവരോട് പിന്നെ പിണങ്ങി നടക്കുക, ഇത് ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ വേറെ ചില ആളുകൾ, അവരുടെ ധാരണ മുസ്ലിം ഉമ്മത്തിലെ എല്ലാ ആളുകളും വലിയ ആലിമീങ്ങളായിരിക്കണം എന്നാണ്. എല്ലാവർക്കും വലിയ ഖുർആനിൽ അറിവുണ്ടാവണം, എല്ലാവരും ഖുർആൻ നന്നായിട്ട് ജീവിതത്തോടുകൂടി ഓതണം, എല്ലാവർക്കും ഹദീസുകളൊക്കെ ഉദ്ധരിക്കാൻ കഴിയണം, എല്ലാവർക്കും കിതാബൊക്കെ വായിക്കാൻ കഴിയണം, ഇല്ലെങ്കിൽ അവരൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളായി ഉൾപ്പെടുത്താൻ പറ്റൂല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ധാരാളം ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട്. ശരിയായ നിലപാടല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ പോലും അവർ അറബികളാണ്, അജമികളല്ല, അറബികളാണ്. ഫാത്തിഹ പോലും ഓതാൻ അറിയാത്ത സ്വഹാബികൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ, എനിക്ക് ഫാത്തിഹ അറിയില്ല, ഖുർആനിൽ ഒരൊറ്റ സൂറത്തും അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിസ്കാരത്തിൽ ഒരു ദിക്റാണ് ചൊല്ലാറുള്ളത്, ഞാൻ എന്താ നിസ്കാരത്തിൽ ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാരല്ല, നീ കൈ കെട്ടിയാൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല എന്ത്? എന്റെ കൂടെ ജീവിച്ചിട്ട് ഈ ആലിമീങ്ങളായ ഉമർ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഉള്ള ഒരാളുടെ ഗണത്തിൽ നിന്നെ ഉൾപ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് ഫാത്തിഹ പോലും പഠിക്കാത്ത നീ എന്റെ കൂടെ വരണ്ട എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. കാരണം എല്ലാവർക്കും ഒരേപോലെ കഴിവുണ്ടാവില്ല, എല്ലാവർക്കും ഒരേപോലെ കിതാബ് തിരിയില്ല, എല്ലാവർക്കും ഒരേപോലെ ഖുർആൻ ഹിഫ്ളാക്കാൻ കഴിയില്ല. പക്ഷെ അവർ അള്ളാഹുവിലും റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ആ കഴിവുകൾ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഓരോ വ്യക്തിക്കും എന്താണോ അള്ളാഹു നൽകിയ കഴിവ്, അതിനപ്പുറത്ത് അള്ളാഹു അയാളെ നിർബന്ധിക്കുകയില്ല. അപ്പൊ ഓരോരുത്തരുടെ കഴിവിന്റെ പരിധിയും അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്ന് മാത്രമല്ല, ആ സ്വഹാബി, എനിക്ക് ഖുർആൻ ഓതാനൊന്നും നന്നായി അറിയില്ല, നിങ്ങൾ ചെല്ലുന്ന ദിക്ർ അപ്പോൾ സഹോദരങ്ങളെ പറഞ്ഞു വന്നത്, അദ്ദേഹം പറയുകയാണ്, നാളെ ഉഹുദ് യുദ്ധത്തിന്റെ സമയമാണല്ലോ, എനിക്കിതൊന്നും അറിയില്ലെങ്കിലും ഞാൻ ആരാണ് എന്ന് നാളെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അദ്ദേഹം ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ധീരമായി പോരാടുകയും അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഷഹീദാവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഇൽമിയായ നിലക്ക് ഒരു പക്ഷേ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ പോലും പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ വേറൊരു കഴിവുണ്ട്. എന്താണ്? ശരീരം കൊണ്ട് ഇസ്ലാമിന് വേണ്ടി അധ്വാനിക്കുക. അദ്ദേഹം അത് തന്റെ ശരീരത്തെ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചു. അദ്ദേഹം ഷഹീദായി. ഷഹീദുകളുടെ കൂലി എത്രയാണ്? 100 ദറജ സ്വർഗത്തിൽ ഷഹീദുകൾക്ക് മാത്രമാണ്. ഷഹീദുകൾക്ക് വേണ്ടി മാത്രം അള്ളാഹു സ്വർഗത്തിൽ 100 ദറജ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഷഹീദുകളുടെ പ്രതിഫലം എത്രയാണ് ഹദീസിൽ വന്നത്, അതിന് കണക്കില്ല. അത്രയും വലിയ ദറജയിലെത്തിയ ആര്? ഒരു സൂറത്ത് പോലും ഓതാൻ അറിയാത്ത ആള്. അപ്പൊ ഒരു സൂറത്ത് പോലും ഓതാൻ അറിയാത്ത ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ വലിയ ദർജകൾ നൽകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഓരോ വിഷയത്തിലുള്ള കഴിവില്ലായ്മ അത് നാം വിഷയാക്കും. നന്നായി പഠിക്കാൻ കഴിയുന്നവർ പഠിക്കട്ടെ, സമ്പത്തുള്ളവർ സമ്പത്ത് ചെലവഴിക്കട്ടെ, ആരോഗ്യമുള്ളവർ ആരോഗ്യം ചെലവഴിക്കട്ടെ. ഓരോരുത്തർക്കും വേറെ വേറെ കഴിവാണ്.
ആ കഴിവുകൾ ഇസ്ലാമിന് വേണ്ടി ഉപയോഗപ്പെടുത്താന്നല്ലാതെ ഒരാൾ വേറൊരാളുടെ കുറവ് പറഞ്ഞിട്ട് നിനക്ക് ഞങ്ങൾക്ക് അറിയുന്നത് പോലുള്ള ഹദീസും ആയത്തും ഇബാറത്തും ഒന്നും അറിയില്ല, പണ്ഡിതന്മാരുടെ ദർസിലൊന്നും നീ പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് നിന്നെ ഒന്നും സലഫിയായോ അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ ആളായോ കൂട്ടാൻ പറ്റൂല. ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ സമൂഹത്തിലെമ്പാടുണ്ട്. അത്തരം ചില ചിന്താഗതികളൊക്കെ നമ്മളുടെ നാടുകളിലും വ്യാപിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നറിയുക. നമ്മൾ തിരിച്ചറിയുക, അത്തരം ചിന്തകൾക്ക് ഇസ്ലാം യാതൊരു പിന്തുണയും നൽകുന്നില്ല. നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. മഹാന്മാരായ പണ്ഡിതന്മാർ, വലിയ കിബാറുകളിൽപ്പെട്ട പണ്ഡിതന്മാർ, അവരിൽ നിന്നാണ് നമ്മൾ ദീന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അവർ നമുക്ക് പറഞ്ഞു തരുന്നത് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും അബദ്ധങ്ങൾ സ്നേഹത്തോടുകൂടി ചൂണ്ടിക്കാണിച്ചും ആരും തികഞ്ഞവരല്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കൾ മുന്നോട്ട് വെക്കേണ്ടത്. അതുപോലെ തന്നെ ദഅവാ രംഗത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരു മനുഷ്യനെ ഒറ്റ രാത്രി കൊണ്ട് നന്നാക്കി സ്വഹാബികളെ പോലെ ആക്കാമെന്ന് ആരും എന്ത് ചെയ്യരുത് വിചാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്, അമ്പിയാക്കളുടെ നേതാവാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ മാറ്റിയെടുത്തത് റസൂലുള്ള പോലും 23 വർഷം എടുത്തു. എപ്പോഴാ പലിശ നിരോധിച്ചത്? ഹിറാ ഗുഹയിൽ നിന്ന് വഹി ലഭിച്ചു പിറ്റേന്ന് തന്നെ പലിശ പാടില്ല എന്ന് പറഞ്ഞതാ? പിറ്റേന്ന് തന്നെ കള്ളുകുടി പാടില്ല എന്ന് പറഞ്ഞതാ? അല്ല. മറിച്ച് ഖുർആനിൽ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹയായി വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതും അതിലെ ഹിക്മത്ത് സകല ലോകത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും മുഴുവൻ മുഫസ്സിരീങ്ങളും അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ഒരു സൊസൈറ്റിയെ മാറ്റിയെടുക്കുക, ഒരു സമൂഹത്തെ മാറ്റിയെടുക്കേണ്ടത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, അതിൽ നിന്ന് പിന്നീട് മറ്റൊന്നിലേക്ക്, അങ്ങനെ പടിപടിയായ ഒരു സൊസൈറ്റിയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. അവർ എത്ര ഉത്തമരാണെങ്കിലും. പലിശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുന്നത് ഹജ്ജത്തുൽ വദാഇൽ വെച്ചാണ് അതിന്റെ സമ്പൂർണ്ണ നിരോധനം ഉണ്ടാവുന്നത്. എന്തേ? 23ാമത്തെ വർഷം. എന്തുകൊണ്ട്? അതിനു മുമ്പുള്ള സ്വഹാബികൾക്ക് ഈമാൻ കിട്ടാനിട്ടാ, തൗഹീദ് കിട്ടാനിട്ടാണോ? അല്ല. മറിച്ച് അള്ളാഹു സ്വീകരിച്ച ഒരു തർത്തീബാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാണല്ലോ അള്ളാഹു സുബ്ഹാനഹു തആല. അള്ളാഹു ഹക്കീമാണ് എന്ന് പറഞ്ഞാൽ ദുൽ ഹിക്മ എന്നാണ്. ഹിക്മത്തുള്ളവൻ, ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് അറിവുള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൊസൈറ്റിയെ മാറ്റുന്നിടത്തിൽ അള്ളാഹു സ്വീകരിച്ചതെന്തോ അതേ മാർഗമാണ് സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ടാണ് ദഅവത്തിന്റെ രംഗത്ത് പറഞ്ഞത് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നിന്റെ റബ്ബിന്റെ വഴിയിലേക്ക് നീ വിളിക്കേണ്ടത് ആദ്യം പറഞ്ഞ വിഷയം എന്താ? ബിൽ ഹിക്മ, ഹിക്മത്തോടു കൂടിയായിരിക്കണം. എന്താ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അൽ ഹിക്മത്തു യുഅരിഫുഹാ അഹ്ലുൽ ഇൽമി ബിഅന്നഹാ വദ്ഉ ശൈഇ ഫീ മവാദിഇഹി ലായിഖതി ബിഹി അൽ മുവാഫഖതു ലിൽ ഗായാത്തിൽ മഹ്മൂദതി മിൻഹു. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യവും പറയേണ്ട സന്ദർഭത്തിൽ പറയുക, ഓരോ കാര്യവും പറയേണ്ടവരോട് പറയുക. അതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഒരു സമൂഹത്തോട് നമുക്കെല്ലാം പറയുക സാധ്യമല്ല. ഒരു സൊസൈറ്റിയോട് എല്ലാ കാര്യങ്ങളും പറയുക സാധ്യമല്ല. പറയുന്നതിൽ വ്യത്യാസമുണ്ട്, പറയുന്ന വിഷയങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും, എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഓരോ കാര്യവും പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ട രൂപത്തിൽ പറയുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ദഅവത്തിൽ അത് അത്യാവശ്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ 3 കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒരു സൊസൈറ്റിയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത് ഇൽമു വേണം, അറിവ് വേണം. സമൂഹത്തോട് ഞാൻ എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ചുള്ള ബോധം വേണം. നമ്മൾ നമസ്കാരത്തെ കുറിച്ച് പറയുന്നവന് നിസ്കാരം എന്താന്ന് ബോധം വേണം. തൗഹീദിനെ കുറിച്ച് പറയുന്ന ആൾക്ക് തൗഹീദ് എന്താണ് എന്ന ബോധ്യം വേണം. നോമ്പിനെ കുറിച്ച് പറയുന്ന ആൾക്ക് നോമ്പ് എന്താണ് എന്ന ബോധ്യം വേണം. ഇങ്ങനെ പറയുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് പറയുന്ന ആളുകളെ കുറിച്ചൊരു ബോധം വേണം. തന്റെ മുന്നിലിരിക്കുന്ന സൊസൈറ്റിയുടെ നിലവാരം, അവരേത് മതവിഭാഗക്കാരാണ്, അവരെത്രയും കാലം വിശ്വസിച്ചത് എന്താണ്, അവരുടെ ഇൽമിയായ ലെവൽ എന്താണ് എന്ന് തുടങ്ങി
നമ്മൾ പറയുന്ന ആളുകളുടെ മാനസികാവസ്ഥയും നിലവാരവും നോക്കിയിട്ടേ പറയാവൂ. ചെറിയ കുട്ടികളോട് പറയേണ്ടത്, അതല്ലെങ്കിൽ വലിയ ആളുകളോട് പറയേണ്ടത് ചെറിയ കുട്ടികളോട് പറയരുത്. ചെറിയ കുട്ടികളോട് അവർക്കനുസരിച്ച് പറയണം, മുതിർന്നവരോട് അവർക്കനുസരിച്ച് പറയണം. അങ്ങനെ ഓരോ ആളുകളുടെയും മാനസികാവസ്ഥയും അവരുടെ ബുദ്ധിപരമായ നിലവാരവും നോക്കിയിട്ടേ പറയാവൂ. മൂന്നാമത്തത്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, ചില ആളുകളുണ്ട് ദഅവത്തിന്റെ കൈഫിയത്ത് അറിയില്ല. അറിവുണ്ട്, വിഷയമുണ്ട്, പക്ഷെ അത് എങ്ങനെയാ പറയേണ്ടത് അറിയില്ല. ചില ആളുകൾക്ക് ഇന്ന് തന്നെ ആളുകൾ മാറണം, ഇന്ന് തന്നെ എല്ലാവരും ഞാൻ വിചാരിച്ചിടത്തിലേക്ക് എത്തണം, ഇല്ലെങ്കിലോ ഞാൻ ഞങ്ങളെ കൂടല്ല. ഇത് ശരിയായ നിലപാടല്ല. അദ്ദേഹം പറയുകയാണ്, വഹാദിഹി യഫ്തുദുഹാ ബഅദു ദുആത്ത്, ധാരാളം പ്രബോധകന്മാർക്ക് നഷ്ടപ്പെട്ട ഒരു ഹിക്മത്താണത്. എന്ത്? തജിദു ഇൻദഹു മിനൽ ഗൈറതി വൽ ഹമാസ് വൽ ഇൻദിഫാഇ ശൈഅൻ കസീറ. അള്ളാഹുവിന്റെ ദീനിനോട് അയാൾക്ക് സ്നേഹമുണ്ട്, ശരിയാണ്, ആത്മാർത്ഥതയാണ്. ദീനിനോട് സ്നേഹമുണ്ട്, ഖുർആനോട് സ്നേഹമുണ്ട്, ഹദീസിനോട് സ്നേഹമുണ്ട്, സമൂഹം നന്നാവണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ലാ യസ്തതിഉ മഅഹു അൻ യംനഅ നഫ്സഹു മിമ്മാ യുരീദു അൻ യുൻഫിദഹു ഫയദ്ഉ ഇലല്ലാഹി ബിഗൈരി ഹിക്മ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മറ്റുള്ളവരോട് ഒരു ഹിക്മത്തും ഇല്ലാതെ പറയുക. എന്നാൽ അള്ളാഹു പറയുന്നു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മത്തോടുകൂടിയ ജനങ്ങൾ ദീനിലേക്ക് ക്ഷണിക്കാകും. പക്ഷെ ലാക്കിൻ ഹാദൽ ഇൻസാനു ദാഇ അത്വയ്യിബ്, ഈ ദാഇ എന്ന് പറഞ്ഞ ത്വയ്യിബാണ്, അദ്ദേഹത്തിന് നല്ല ലക്ഷ്യമുള്ളൂ, നല്ല ചിന്തയുള്ളൂ, ആളുകൾ മാറണം എന്നുള്ള ആഗ്രഹമാണ്. മലഅല്ലാഹു ഖൽബഹു ഗൈറതൻ അലാ ദീനി, ദീനിനോടുള്ള സ്നേഹമാണ്. പക്ഷെ ലാ യംലികു നഫ്സഹു, പക്ഷെ നഫ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഫയജിദുൽ മുൻകർ ഫയഹുജുമു അലൈഹി ഹുജൂമ അത്വയ്രി അലൽ ലഹ്ം, ഒരു തെറ്റ് കാണുമ്പോൾ മാംസം കണ്ട പക്ഷിയെ പോലെ അതിൽ പറന്നു വീഴാണ്. ഒരു മാംസം, ഒരു വിശക്കുന്ന ഒരു പക്ഷി മാംസം കണ്ടാൽ പക്ഷി പിന്നൊന്നും ചിന്തിക്കൂല, അത് കൊത്തിയെടുത്ത് പറക്കാനാണ് ശ്രമിക്കുക. ഇതേപോലെ ചില ദാഇമാർ ശ്രദ്ധിക്കുന്നു, ഒരു തെറ്റ് കണ്ടാൽ പക്ഷി ഇരയെ കാണുമ്പോൾ ചാടി വീഴുന്നത് പോലെ, തനിക്കൊരു ഇരയെ കിട്ടിയ പോലെ അവരുടെ മേൽ ചാടി വീഴുന്നു. വലാ യുഫക്കിറു ഫിൽ അവാഖിബിൻ നാതിജ അൻ ദാലിക് ലാ ബിന്നിസ്ബതി ലഹു വഹ്ദഹു വലാകിൻ ബിന്നിസ്ബതി ലഹു വലിനവാഇരിഹി മിന അദ്ദുആതി ഇലൽ ഹഖ് ലിഅന്നകും തഅരിഫൂന അന്ന ലിൽ ഹഖ് അഅദാഉം. അദ്ദേഹം പറയാണ്, പക്ഷെ താൻ ഇപ്പോൾ ആ വിഷയം പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന ഫിത്നകൾ, അതിനു പുറമെ പ്രബോധകന്മാർക്കും മുസ്ലിമീങ്ങൾക്കും മൊത്തത്തിൽ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതൊന്നും അയാൾ ചിന്തിക്കൂല. ഞാൻ പഠിച്ചു, ഞാൻ പറയും, ഇങ്ങനെ ഒരു നിലപാട്, അത് എന്നെ ആരും ഉപദേശിക്കണ്ട, എന്നോട് എനിക്ക് ആരോടും കൂടി ആലോചിക്കാനില്ല, ഖുർആനിലും ഹദീസിലും കണ്ടോ, ഞാനത് പറയും എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്കും പ്രബോധകന്മാർക്കും മുസ്ലിം സൊസൈറ്റിക്കും അപകടമുണ്ടാക്കി വെക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് യാതൊരു വീണ്ടുവിചാരമില്ല. പറയേണ്ട സന്ദർഭത്തിലാണോ, പറയേണ്ടവരോടാണോ പറയേണ്ടത് എന്ന ചിന്തയൊന്നും അവർക്ക് ഇല്ല. അങ്ങനെയുള്ള ആളുകൾ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അൽ ഹിക്മതു ഇത്ഖാനുൽ ഉമൂരി വ إحكامها بأن تنزل الأمور منازلها وتوضع في مواضعها وليس من الحكمة أن تتعجل وتريد من الناس أن ينقلبوا إلى حالهم التي هم عليها إلى الحال التي كان عليها الصحابة بين عشية وضحاها. നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു സമൂഹത്തെ ഒറ്റ രാത്രി കൊണ്ട് പകലുകൊണ്ട് സഹാബികളെ പോലെ ആക്കാന്ന് വിചാരിക്കരുത്. എല്ലാ വിഷയത്തിലും ഖുർആനും ഹദീസും പറയുന്നത് പോലെ ജീവിക്കുന്ന ആളായി നിങ്ങൾ നാളെ തന്നെ മാറണം, ഇല്ലെങ്കിൽ ഞങ്ങളെ കൂടല്ല എന്ന് ചിന്തിക്കൽ ഹിക്മത്തല്ല. അത് അള്ളാഹു നൽകിയ ഹിക്മത്തുമല്ല. അള്ളാഹു പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് ആയത്തുകൾ അവതരിപ്പിച്ചെടുത്തത്? ആദ്യം തൗഹീദ്, പിന്നെ മറ്റു വിഷയങ്ങൾ, പിന്നെ കർമ്മവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടത്, പിന്നെ അതിന്റെ താഴെയുള്ളത്. ഇങ്ങനെ അള്ളാഹു വളരെ കൃത്യമായ ഒരു തർത്തീബോട് കൂടിയാണ് ആയത്തുകൾ അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ഈ തർത്തീബ് എല്ലാ നാട്ടിലേക്കും എക്കാലഘട്ടത്തിലും ബാധകമാണ്. ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്തവരോട് അവരോട് ആദ്യം തന്നെ പറയേണ്ടത് ഇസ്ലാമിന്റെ ഫുറൂകളെ കുറിച്ചല്ല, തൗഹീദാണ് പറയേണ്ടത്. തൗഹീദ് മനസ്സിലാക്കുന്ന ആളുകളോട് സുന്നത്തിന്റെ പ്രാധാന്യം പറയണം. ഇത് രണ്ടും മനസ്സിലാക്കുന്ന ആളുകളോട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജുമായി ബന്ധപ്പെട്ട വിഷയം പറയണം. അതിൽ തന്നെ ചില വിഷയങ്ങൾ പ്രാധാന്യമുള്ളത് ആദ്യം പറയണം, പിന്നീടുള്ളത് പിന്നെ പറയണം, പിന്നീടുള്ളത് പിന്നെ പറയണം. ഇങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയ. എന്നാൽ ചില ആളുകൾക്ക് ഈ വിഷയത്തിലൊന്നും യാതൊരു നിലപാടില്ല. ആരോടാണ് എന്താണ് പറയേണ്ടത് എന്ന ചിന്തയില്ല. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി എല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് മാറണമെന്നവർ വാശി പിടിക്കുന്നു. ആ വാശി കാരണത്താൽ പല പ്രയാസങ്ങളുമുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹം നന്നാവാൻ വേണ്ടി എത്ര കാലാ കാത്തുന്നത്? 950 വർഷം. എന്തേ നിങ്ങൾ ആരും നന്നാവുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു.
പറഞ്ഞില്ല. കാരണം പ്രബോധകന്മാർ, ദീന് പഠിച്ച ആളുകൾക്ക് ഉണ്ടാവേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം ഒരു സമൂഹം നന്നാവുന്നത് കാത്തു നിൽക്കലാണ്, പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കലാണ്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു പരീക്ഷിച്ചെന്തിനാണ്? ഇവരാരും നന്നാവില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. കപ്പൽ കയറി നാട് വിടാൻ നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദമില്ലാത്ത യാത്ര കാരണത്താൽ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു, മത്സ്യം വിഴുങ്ങി. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. വീണ്ടും സ്വന്തം നാട്ടുകാരിലേക്ക് എന്നെ പറഞ്ഞയച്ചു. ക്ഷമകേട് പാടില്ല, ഹിക്മത്ത് വേണം. എല്ലാവരും ഇന്ന് തന്നെ നന്നാവണം നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരാൾക്കൊരു കാര്യം മനസ്സിലാകുന്നത് ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലർക്ക് സമയമെടുക്കും. അങ്ങനെയല്ലേ മാറ്റം ഉണ്ടായത് സമൂഹത്തിൽ? അങ്ങനെയല്ലേ മാറ്റം ഉണ്ടായത്? അങ്ങനെയേ മാറ്റമുണ്ടാകും. അതുകൊണ്ട് തിരക്ക് കൂട്ടാതെ, ആളുകളുടെ അബദ്ധങ്ങളും മറ്റും ഒരു വലിയ വിഷയമായി കാണാതെ, എല്ലാവരും എല്ലാവരെ പോലെയും അറിവുള്ളവരാകണമെന്ന് ശഠിക്കാതെ, എല്ലാ വിഷയത്തിലും ഇസ്ലാമിന്റെ ശരിയായ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് 15 മിനിറ്റ് കൂടി 9 നിർത്തിയാൽ മതി. അപ്പൊ സഹോദരങ്ങളെ, 9:15 നമസ്കാരം. അപ്പോൾ ഒരു 15 മിനിറ്റ് കൂടി. അപ്പൊ ചുരുക്കത്തിൽ നാം ഒരു സൊസൈറ്റി ഒരൊറ്റ രാത്രി കൊണ്ട് നന്നാക്കാമെന്ന് വിചാരിക്കരുത്. ആളുകളെ നമ്മൾ ഷൈഅൻ ഫശൈഅൻ, പണ്ഡിതന്മാർ പറഞ്ഞാലാണ്. ഇബ്നു അബ്ദുൽ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത്, ഒരു സമൂഹത്തെ മാറ്റിയെടുക്കേണ്ടത് എങ്ങനെയാണ്? ഷൈഅൻ ഫശൈഅൻ, മെല്ലെ മെല്ലെ. ഇന്ന് തന്നെ മാറണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഉള്ളതും എന്ത് ചെയ്യും? ഒഴിവാക്കാണ് ചെയ്യുക. അവർക്ക് പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക, മാന്യമായി സ്നേഹത്തോടുകൂടി നല്ല നിലക്ക് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക. അപ്പൊ അവർ മാറും. ചിലർക്ക് സമയമെടുക്കും, ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ വാശി പിടിക്കുന്ന ചെറിയ വിഷയങ്ങളുടെ പേരിൽ വലിയ നന്മകൾ തടയപ്പെട്ടാലോ? ഉദാഹരണത്തിന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു നാട്ടിലെ 5000 ആളുകൾ, ഏകദേശം 5000-ഓളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷെ അവർ ചേലാകർമ്മം ചെയ്യാൻ തയ്യാറായില്ല, സുന്നത്ത് ചെയ്യാൻ തയ്യാറായില്ല. അപ്പൊ ചില പണ്ഡിതന്മാർ, ഇൽമുള്ളവർ തന്നെയാണ്, അവർ പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങൾ മുസ്ലിങ്ങളാവണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ് ഒരു പുരുഷൻ എന്ത് ചെയ്യണം? ചേലാകർമ്മം ചെയ്യണം. ചേലാകർമ്മം ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലേ? ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരണ്ട. അവർ വാശി പിടിച്ചു. അപ്പൊ മഹാനായ ഹിക്മത്തും ഇൽമും നൽകപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞെന്താണെന്നറിയാം? ചേലാകർമ്മത്തിന്റെ പേരിൽ ഇത്രയും ആളുകൾക്ക് തൗഹീദ് തടയപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഇസ്ലാമിലേക്ക് വരട്ടെ ആദ്യം, പിന്നീട് ഇസ്ലാമിന്റെ വൃത്തിയും ഇസ്ലാമിന്റെ ശുദ്ധിയെയും സംബന്ധിച്ച് അവർ പഠിച്ച് മനസ്സിലാക്കിയാൽ അവർ സ്വാഭാവികമായും ആ കാര്യങ്ങളൊക്കെ ചെയ്തോളും. അല്ലാതെ നിങ്ങൾ ചേലാകർമ്മം ചെയ്തിട്ടേ വരാവൂ എന്ന് വാശി പിടിച്ചാൽ പകരം ഉണ്ടാവും എന്താണ്? അവർ തൗഹീദ് പോലും മനസ്സിലാക്കുന്ന ഒരു നന്മയിൽ നിന്ന് തടയപ്പെടുകയാണ് ചെയ്യുക. എന്നതുപോലെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം, ഈ രാജ്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഇന്ത്യ രാജ്യം 85% മുസ്ലിങ്ങളല്ലാത്തവർ ജീവിക്കുന്ന, 15% മാത്രം മുസ്ലിമീങ്ങൾ, അതന്നെ പേരിൽ 15% മുസ്ലിങ്ങളുള്ളൂ. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും വിഗ്രഹത്തെ എങ്ങനെയാണോ മറ്റു മതസ്ഥർ കാണുന്നത് അതേപോലെ ഖബറിനെ കാണുന്ന ആളുകളും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ഷിർക്കിന്റെ, ബിദ്അത്തിന്റെ, ഖുറാഫാത്തിന്റെ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ അവരോട് സുന്നത്തിലെയോ മറ്റോ തൗഹീദും സുന്നത്തൊക്കെ ഉൾക്കൊണ്ട ആളുകൾ മാത്രം സ്വീകരിക്കേണ്ടുന്ന ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ വാശി പിടിച്ച് ഇസ്ലാമിലേക്ക് തന്നെ അവർ കടന്നു വരുന്നതിനെ തടയുന്ന രൂപത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നമുക്ക് പാടില്ല. അത് ഇസ്ലാമിനെ സംബന്ധിച്ച് അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാനേ കാരണമായി തീരുകയുള്ളൂ. ഇസ്ലാമിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇസ്ലാം എന്തോ ഒരു ഭീകര പ്രസ്ഥാനമാണ്, അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ള ഒരു ധാരണയല്ല സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഇസ്ലാമിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ അത് ഹക്കാണെന്ന് അറിഞ്ഞിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഉദാഹരണത്തിന്, മുനാഫിക്കുകളായിക്കൊണ്ട് മദീനയിൽ റസൂലുള്ളാഹിക്ക് എന്നും തലവേദന സൃഷ്ടിച്ച കുറച്ച് ആളുകൾ, ഒരു മുസ്ലിങ്ങളല്ല, അവർ മുനാഫിക്കുകളാണ്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് മുനാഫിക്കുകളെ കൊല്ലാൻ എന്തുണ്ട്? അനുവാദമുണ്ട്. ആ മുനാഫിക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, ഇവരൊക്കെ മുനാഫിക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്വഹാബികളോട് അത് ഡിസ്കസ് ചെയ്തു. ഇന്നെന്ന ആളുകളൊക്കെ നമ്മളെ ചതിക്കാൻ, നമ്മെ വഞ്ചിക്കാൻ,
നമ്മളെ പറ്റിക്കാനാണ് നമ്മളെ കൂടെ നടക്കുന്നത്. അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല. നോക്കൂ നിങ്ങൾ, മദീന പള്ളിയിൽ നബിയുടെ കൂടെ നമസ്കരിക്കാണ്, അവർ യുദ്ധത്തിലുണ്ട്, അവർ ചതിക്കുമെന്ന് ഉറപ്പാണ്. ഇങ്ങനൊക്കെ ഉണ്ടായപ്പോ സഹാബികൾ പറഞ്ഞു, എന്നാൽ അള്ളാഹുവിന്റെ റസൂലെ, നമുക്ക് അവരുടെ തലയങ്ങെടുത്താലോ, നമുക്കവരുടെ തലയെടുത്താലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റൂല. അസ്ലിൽ അത് ഹുക്കുമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഒരു സാഹചര്യത്തിൽ പാടില്ല. എന്തുകൊണ്ട്? ആളുകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതര രാജ്യങ്ങൾ, ഇതര രാഷ്ട്രങ്ങൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ കൂടെ നമസ്കരിക്കാനും നമ്മുടെ കൂടെ യുദ്ധത്തിനും എല്ലാം നമ്മുടെ കൂടെയാണല്ലോ മറ്റുള്ളവർ നോക്കുമ്പോൾ കാണുന്നത്. മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവർ നമ്മളെ കൂടെ തന്നെയാണ്. അപ്പൊ അവർ തെറ്റിദ്ധരിക്കാനിടയാകും, മുഹമ്മദ് ഇപ്പോൾ സ്വന്തം അനുയായികളെ തന്നെ കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു. അത് കാരണം അവർ ഇസ്ലാമിലേക്ക് വരാൻ മടിക്കും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അവരുടെ ഷർറിനെ നമുക്ക് വേറെ പല ഹിക്മത്തുകൾ കൊണ്ട് തടയാം. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാബയുടെ ഒരു ചുമര് നമുക്കറിയാം, ഹിജ്റിന്റെ ഭാഗം, അതുകൂടി കാബന്റെ ഭാഗമാണ്. പക്ഷെ അവിടെ ഇങ്ങനെ വളച്ചു കെട്ടിയിട്ടുണ്ട്. അവിടേക്ക് ചുമര് കെട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഞാൻ ഇവിടുന്ന് ഇപ്പം മതിൽ പൊളിച്ച് അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മാറ്റിയത് അതൊരു നല്ല കാര്യമാണ്. കാരണം ഇബ്രാഹിം നബി കെട്ടിയ ചുമര് അവിടെയാണുള്ളത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനിപ്പോ അത് ചെയ്യൂല. എന്തുകൊണ്ടാണ്? ആളുകൾക്ക് അതറിയില്ലല്ലോ. ഇബ്രാഹിം നബി ശരിക്ക് കെട്ടിയ ഭാഗത്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയില്ല. എനിക്ക് അല്ലാഹു വഹിയിലൂടെ അറിയിച്ചു ഇവിടെയാണ് സ്ഥലം എന്ന്. പക്ഷെ പൊതുജനങ്ങൾക്കറിയില്ല. അവരെന്തേ പറയുള്ളൂ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ നമ്മുടെ വളരെ പണ്ടേ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു വരുന്ന കഅബാലയത്തെ പൊളിക്കുന്നു എന്നാണ് അവർ വ്യാഖ്യാനിക്കുക. അപ്പോൾ ആ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുകയും ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ആളുകൾ ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തൽക്കാലം ചുമര അവിടെ തന്നെ നിൽക്കട്ടെ. ഇതാണ് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. ഹിക്മത്തോടുകൂടി ദീനിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയ ഷർറാണ് ഉണ്ടാവുന്നതെങ്കിൽ തൽക്കാലം അത് എന്ത് ചെയ്യരുത്, പറയരുത്. മഹാനായ ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് അദ്ദേഹത്തിന്റെ പ്രബോധകന്മാർക്ക് ഗൈഡൻസ് നൽകുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ക്ലാസ്സിൽ, അത് പുസ്തകമായി നമുക്ക് അവൈലബിൾ ആണ്, അദ്ദേഹത്തിൽ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഒരു സമൂഹത്തെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ വിലക്കിയ തിന്മയേക്കാൾ വലിയ തിന്മയാണ് നാട്ടിലുണ്ടാവുകയെങ്കിൽ തൽക്കാലം നിങ്ങൾ ആ വിഷയം അവിടെ പറയരുത്. കാരണം നമ്മളൊരു തിന്മയെ എതിർക്കുന്ന എന്തിനാ? നന്മ ഉണ്ടാവാനാ. പക്ഷെ നന്മയേക്കാൾ വലിയ തിന്മ ഉണ്ടാവുകയാണെങ്കിലോ അവിടെ തൽക്കാലം ആ വിഷയം ഉണ്ടാതിരിക്കുക. ഹിക്മത്തോടുകൂടി നിങ്ങൾ പിന്നീട് ആ വിഷയത്തെ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉള്ള വിഷയമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉള്ള വിഷയമാണ്. നാം ഒരിക്കലും ഷർറ് വർദ്ധിപ്പിക്കേണ്ടവരല്ല, ഷർറിനെ കുറയ്ക്കേണ്ടവരാണ്. അപ്പൊ ആ നിലക്കായിരിക്കണം നമ്മളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ ഇശാ നമസ്കാരത്തിന് ശേഷം ഒരൽപ്പം കൂടി നമ്മൾ സംസാരിക്കും. അതിനുശേഷം ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള സംശയങ്ങൾ നാം ദൂരീകരിക്കും. അതിനുശേഷം നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ആളുകളും ക്ലാസ്സുകൾ പൂർണ്ണമായി കേട്ടതിന് ശേഷമേ പിരിയാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാം പറഞ്ഞു വന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശവുമായി കൊണ്ട് നാം ദഅവ പ്രവർത്തനങ്ങളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാം വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ചില വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നാമത്തത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ മനുഷ്യർക്കും അബദ്ധം പറ്റും, തെറ്റുകൾ സംഭവിക്കും. ഒരാളുടെയും തെറ്റുകൾ മറ്റൊരാളെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കരുത്. പ്രത്യേകിച്ചും ഒരേ മൻഹജിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജ് സ്വീകരിക്കുന്ന ആളുകൾ. ഉദാഹരണത്തിന് 5 വക്ത് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണമല്ലോ. പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ആളുകളിൽ തെറ്റ് ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ട് ഞാനിന് പള്ളിയിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് ഒരു മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന്, അതല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാമിക പ്രബോധന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യക്തികളുടെ തിന്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാറി നിൽക്കുക എന്ന്.
രണ്ടാമത്തത്, അറിവിന്റെ വിഷയത്തിൽ എല്ലാവരും ഒരുപോലെയല്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ പോലും അറിയാത്ത ആളുകളെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഓരോരുത്തരുടെയും വ്യത്യസ്തങ്ങളായ കഴിവുകളെ ഉപയോഗപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ദഅ്വാ രംഗത്ത് ഹിക്മത്ത് ആവശ്യമാണ്. ഓരോ കാര്യങ്ങളും പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ട ആളുകളോട് പറയേണ്ട രൂപത്തിലായിരിക്കണം നാം പറയേണ്ടത്. ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ ലോകത്തെ നന്നാക്കിയെടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ചിന്താഗതി നമുക്ക് പാടില്ല. മറിച്ച് ക്ഷമയോടുകൂടി മെല്ലെ മെല്ലെ ഒന്നിനു പിറകെ ഒന്നായി ഓരോ വിഷയങ്ങളിൽ നാം ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരിക. അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ ലോകസൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന മൻഹജ് തന്റെ 23 വർഷക്കാലഘട്ടത്തിലെ പ്രബോധനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ്. ലോകം കണ്ട മഹാപണ്ഡിതന്മാർ ദഅവയുമായി ബന്ധപ്പെട്ട് പ്രബോധനം നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഗൗരവപ്പെട്ട വിഷയമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടതിന്റെ മറുപടിയിലേക്ക് പ്രവേശിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തിൽ പ്രത്യേകിച്ചും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എല്ലാവരും ഒരേ അഭിപ്രായം സ്വീകരിക്കുന്നവരായി തീരണം എന്ന് വാശി പിടിക്കൽ യഥാർത്ഥ സലഫി മൻഹജ് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് പാടില്ലാത്തത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾക്ക് തെളിവുകൾ കിട്ടാത്തതിന്റെ പേരിൽ, ഇനി തെളിവുകൾ തന്നെ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, നമുക്കറിയാം മദ്ഹബിന്റെ 4 ഇമാമിയങ്ങൾ, അവർ ഓരോ വിഷയത്തിലും പലപ്പോഴും വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പുലർത്തിയവരാണ്. ആ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്കില്ലാത്ത അഭിപ്രായം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളക്കുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും അഹ്ലുസുന്നയിൽ പെട്ടവരല്ല എന്ന് നാം വാദിക്കുകയില്ല. മദ്ഹബിന്റെ 4 ഇമാമിയങ്ങൾക്കും ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പുലർത്തിയ മഹാപണ്ഡിതന്മാരുണ്ട്. പക്ഷെ അവരൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പുറത്താണ്. എല്ലാവരും ഒരേ അഭിപ്രായമായിരിക്കണം. ഞാൻ മനസ്സിലാക്കിയ അഭിപ്രായത്തിനപ്പുറത്ത് വേറൊരാൾ മനസ്സിലാക്കിയാൽ അവനെ പിന്നെ സലഫിയായി കൂട്ടാൻ പാടില്ല എന്ന ധാരണ യഥാർത്ഥ സലഫിയത്ത് മനസ്സിലാക്കിയ ആളുകൾക്ക് ഒരിക്കലും പാടില്ലാത്തതാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അൽ മുഹിമ്മു അന്നൽ ഖിലാഫ ഫിർ റഅയി മൗജൂദുൻ. അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായും ഉണ്ട്, അത് സ്വാഭാവികമാണ്. ലാകിന്നൽ ഖിലാഫ ഫിൽ ഇത്തിജാഹ് ഹുവല്ലദീ യുഖ്ശാ മിൻ. പക്ഷെ അതിനോട് സ്വീകരിക്കുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നത്. കാരണം ബിമഅന അന്ന കുല്ല വാഹിദിൻ മിന്നാ യഅതഖിദ് ബിഅന്നഹു അലാ മൻഹജിൻ മുഖാലിഫുൻ ലിമൻഹജി അഖീഹി ബിഹൈസു യതകല്ലമു ഫീ അഖീഹി വയസുബ്ബുഹു വറുബ്ബമാ യുഖ്രിജുഹു മിനൽ ഇസ്ലാം. ഒരു സഹോദരന് ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം ഉണ്ടാവും. പക്ഷെ അതിന് നേരെ വിപരീതം അഭിപ്രായമുള്ള ആളുകളെ അവരെ സംബന്ധിച്ച് അവർ സംസാരിക്കുന്നു, ചിലപ്പോൾ ചീത്ത പറയുന്നു. വറുബ്ബമാ യുഖ്രിജുഹു മിനൽ ഇസ്ലാം, ചിലപ്പോൾ അയാൾ ഇസ്ലാമിൽ തന്നെ പുറത്താന്ന് പറഞ്ഞു കളയുക. താൻ മനസ്സിലാക്കിയതുപോലെ എല്ലാവരും മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് മോശമായി കരുതുക. ലിഅന്നഹു ലം യകുന അലാ തരീഖതി, കാരണം ഞാൻ പോകുന്ന വഴിയിലൂടെയല്ല അയാൾ പോകുന്നത്, അതുകൊണ്ട് തന്നെ അയാളെ മോശമായി കാണുക. ഹാദാ ഹുവല്ലദീ യുഖ്ശാ മിൻഹു കമാ ഹുവൽ വാഖിഉ മിൻ ബഅദിൻ നാസിൽ യൗം. ചില ആളുകൾ ഇന്ന് അങ്ങനെയുള്ള ചില നിലപാടാണ് സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞ അഭിപ്രായം, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള പണ്ഡിതൻ പറഞ്ഞ അഭിപ്രായം മാത്രമേ ഞാൻ സ്വീകരിക്കൂ, ആ അഭിപ്രായം ബാക്കിയുള്ളവർ ഒക്കെ സ്വീകരിച്ചോളണം എന്ന നിലക്ക് ചില ആളുകൾ ചിന്തിക്കുന്നു. ഇത് വലിയ ഒരു പ്രയാസമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നു, ഇന്നൽ ഇഖ്തിലാഫ ഫിർ റഅയി ഇദാ കാന മബ്നിയൻ അല ദലീൽ ഫലൈസ ഇഖ്തിലാഫൻ ഫിൽ ഹഖീഖ. ദലീലിന്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായതെങ്കിൽ യഥാർത്ഥത്തിൽ അതിന് അഭിപ്രായ വ്യത്യാസം എന്ന് പറയുകയില്ല. കാരണം ഇന്നമാ യുരീദുൽ അമലു ബിദ്ദലീൽ ഫഹും മുത്തഫിഖൂന ഫിൽ വാഖിഅ ലകിന്നഹും മുഖ്തലിഫൂന ഫീ ഫഹ്മി ഹാദ ദലീൽ. അവർ യഥാർത്ഥത്തിൽ ഒരേ ആശയത്തിലാണുള്ളത്. എന്താണ്? ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്.
പക്ഷെ ഒരു തെളിവ് മനസ്സിലാക്കുന്നതിൽ ഒരാൾ മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കില്ല വേറൊരാൾ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച മഹാപണ്ഡിതന്മാരാണ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ല, അതേപോലെ തന്നെ ഇബ്നു ബാസ് റഹിമഹുല്ല, മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല. 3 പണ്ഡിതന്മാരെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ 100-ലധികം മസ്അലകളിൽ ഈ 3 പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് നാസിറുദ്ദീൻ അൽബാനിയെ അഹ്ലുസുന്നയിൽ പെടുത്താൻ പറ്റൂല, അദ്ദേഹമുള്ള ഒരു ടീമിൽ ഞാനില്ല എന്നാരെങ്കിലും പറയുമോ? പറയാൻ പാടുണ്ടോ യഥാർത്ഥ സലഫികൾക്ക്? ഇബ്നു ബാസ് റഹിമഹുള്ളാഹ് നാസിറുദ്ദീൻ അൽബാനിക്ക് ഇല്ലാത്ത ഒരുപാട് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് നാസിറുദ്ദീൻ അൽബാനിയുടെ വിദ്യാർത്ഥികൾ പറയാണ്, ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയുടെ പുസ്തകങ്ങൾ നമ്മൾ ഇനി വായിക്കരുത്, അദ്ദേഹത്തിന്റെ ദർസിൽ നമ്മൾ ഇനി പോകരുത്, അദ്ദേഹം ഇരിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ പങ്കെടുക്കരുത്, അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാവരുത് എന്ന് പറയാൻ പറ്റുമോ? അപ്പോ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പൂർവ്വകാലത്തും ആധുനിക കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നവരിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, അതൊരു ഭിന്നതയിലേക്ക് വേറെ വേറെ കക്ഷികളായി മാറുന്നതിലേക്ക് എന്റെ അഭിപ്രായങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ സലഫികളല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഗുരുതരമായ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ അപകടം ഇത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുണ്ട്, സൗദി അറേബ്യയിലുമുണ്ട്, അതല്ലാത്ത നാടുകളിലുമുണ്ട്, നമ്മുടെ കേരളക്കരയിലും അതേപോലെയുള്ള വസ്വാസികൾ പല ആളുകൾക്കും പിടിപെട്ടിട്ടുണ്ട്. അവരൊരു പക്ഷേ സത്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, നന്മയെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം, പക്ഷേ അതിനവർ സ്വീകരിച്ച മൻഹജും അതിന്റെ ത്വരീഖത്തും ശരിയല്ല. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ത്വരീഖത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരാൾ യാതൊരു പ്രമാണവും ഇല്ലാതെ കാലഖീലയുടെ പിന്നാലെ പോവാണോ, നമുക്ക് അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാം. ഒരാൾ ഏതെങ്കിലും മദ്ഹബിനെ അന്ധമായി പിൻപറ്റുന്ന ആളാണോ, നമുക്ക് വിശദീകരിച്ചു കൊടുക്കാം. എന്നാൽ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ മനസ്സിലാക്കിയ ഒരു നിലപാട് ഒരാൾ സ്വീകരിക്കുമ്പോൾ അതിന് വിപരീതമായി മറ്റൊരു നിലപാട് വേറൊരാൾക്കുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ വിചാരിച്ച പോലെയല്ല നീ വിചാരിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് 2 ടീമായി മാറി നിന്ന് പൊരുതുക, അവരെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുക എന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ, ഉദാഹരണത്തിന് ലജ്നത്തുദ്ദായിമ, നമുക്കറിയാം സൗദി അറേബ്യയിലെ പണ്ഡിത സഭയാണ്. ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അവർക്കുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പണ്ഡിത സഭയോടാണ്. അവരോടൊരു ചോദ്യം ചോദിച്ചു, എന്താണെന്നറിയുമോ, ഞങ്ങളുടെ നാട്ടിൽ ചില പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും 100% സലഫിയത്തൊന്നുള്ള ആളുകളല്ല. അപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രസ്ഥാനത്തെ മുഴുവൻ ഒഴിവാക്കി ഒറ്റയ്ക്ക് പ്രവർത്തിക്കാണോ വേണ്ടത്, അതല്ല സംഘടനയിൽ സംഘടിതമായി പ്രവർത്തിക്കാണോ വേണ്ടത്? അതിനവർ നൽകിയ മറുപടി ശ്രദ്ധിക്കൂ. എപ്പോഴും നമ്മൾ ദീനിന്റെ ഒരു വിഷയം പഠിക്കേണ്ടത് ഉലമാക്കൾ പറഞ്ഞു, ആരിൽ നിന്ന് പഠിക്കണം? കിബാറുൽ ഉലമാക്കൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കേണ്ടത്. പഠിച്ചു വരുന്ന ആളുകൾ പറയുന്നതിന്റെ പിന്നാലെ അല്ല നമ്മൾ പോകേണ്ടത്. ഇരുത്തം വന്ന ഖുർആനിലും ഹദീസിലും ഒക്കെ നല്ല അറിവുള്ള ഇരുത്തം വന്ന പണ്ഡിതന്മാർ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അവരെന്താണ് പറഞ്ഞത് അവരെ നമ്മൾ അനുസരിക്കുക. അതല്ലാതെ പഠിച്ചു വരുന്ന ആളുകളെ, അതല്ലെങ്കിൽ ദീനിൽ അത്രയൊന്നും അവഗാഹം നേടിയിട്ടില്ലാത്ത ആളുകൾ പറയുന്നതിന്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ട് നോക്കൂ, അവർ പറയാണ്, കുല്ലു മിൻ ഹാദിഹിൽ ജമാഅത്ത് തദ്ഖുലു ഫിൽ ഫിർഖത്തിൻ നാജിയ ഇല്ലാ മൻ അതാ മിൻഹും ബിമുകഫിരിൻ യുഖ്രിജു അൻ അസ്ലിൽ ഈമാൻ. ഈ പ്രസ്ഥാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഫിർഖത്തുൻ നാജിയയിൽപ്പെട്ടവർ തന്നെയാണ്. ആരൊഴികെ ദീനുൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വ്യക്തമായ കുഫറിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാത്ത കാലത്തോളം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വല്ല കുഫറുണ്ടോ എങ്കിൽ അവരെ കൂടെ കൂടേണ്ടതില്ല. എന്നാൽ അങ്ങനെയൊന്നുമില്ലാത്ത നിലക്ക് ആളുകൾക്കിടയിൽ, സംഘടനകൾക്കിടയിൽ, പ്രസ്ഥാനങ്ങൾക്കിടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറ്റക്കുറവുകൾ ഉണ്ടാകാം. ലാകിന്നഹും തതഫാവതു ദറജാതുഹും ഖുവ്വതൻ വദുഅഫ ബിഖദ്രി ഇസാബതിഹിം ലിൽ ഹഖ് വഅമലിഹിം ബിഹി വഖതഇഹിം ഫീ ഫഹ്മിൽ അദില്ലതി വൽ അമൽ. എന്നാൽ എല്ലാവരും ഒരുപോലെയല്ല. ചില ആളുകൾക്ക് മനസ്സിലായത് വേറൊരാൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലരുടെ വാദങ്ങൾ ശക്തമായിരിക്കും, ചിലരത് ദുർബലമായിരിക്കും. കാരണം എല്ലാവരും ഒരേപോലെ ഹക്കിൽ എത്തിക്കൊള്ളണമെന്നില്ല. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും തെളിവിനോട് അടുത്ത് നിൽക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കുക. സത്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാരോ അവരെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. 100% സത്യമുള്ള ആളുകൾ ഉണ്ടാവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ഷർറിലായിരുന്നു, അതിനുശേഷം ഖൈറുണ്ടായി, ഈ ഖൈറിന് ശേഷം ഷർറുണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ, ഷർറുണ്ടാകും. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ആ ഷർറിന് ശേഷം ഖൈറുണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ, ഖൈറുണ്ടാകും, പക്ഷേ വഫീഹി ദഖനുൻ, ആ ഖൈറിലൊക്കെ എന്തുണ്ടാവും?
ഒരൽപ്പം കലർപ്പുണ്ടാകും. എന്ന് പറഞ്ഞാൽ 100% ഖൈർ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഉണ്ടാവില്ല. 100ന് 100 ഒരേ ഇതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്നാൽ സത്യത്തോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്നവരാരോ അവരെ കൂടെ നിൽക്കണം. ഇനി അവരെ കൂടെ നിൽക്കുമ്പോൾ പോലും വലാ തബ്ഖസ് അൽ ആഖരീന ഉഖുവതഹും ഫിൽ ഇസ്ലാം. എന്നാൽ നീ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് വേറൊരു വിഭാഗം വ്യക്തമായ കുഫറിന്റെ ആശയം കൊണ്ടുവരുന്നില്ലെങ്കിൽ അവരോടുള്ള ഇസ്ലാമിക സാഹോദര്യം നീ ഒരിക്കലും മുറിച്ചു കളയരുത്. അവർ പറയുന്ന എത്ര സത്യം ഉണ്ടെങ്കിലും 90 സത്യം പറഞ്ഞാലും 91ാമത്തത് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഇല്ല എന്ന സമീപനം നീ ഒരിക്കലും സ്വീകരിക്കരുത് എന്നാണ് ലജ്നത്തുൽ ദാഇമയിലെ മഹാപണ്ഡിതന്മാർ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഉൾപ്പെടുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തിൽ നൽകിയിട്ടുള്ള മറുപടി. അതേപോലെ തന്നെ ആ മറുപടിയെ പൂർത്തീകരിച്ചുകൊണ്ട് മുഹമ്മദ് ഇബ്നു സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഅമ്മൽ ഫിറഖു വൽ ജമാഅതു വൽ അഹ്സാബ് അല്ലതി തതബന്ന ഇഅ്തിഖാദൻ മുഖാലിഫൻ ലിഇഅ്തിഖാദി സലഫ് ഔ മൻഹജൻ മുദാദൻ ലിമൻഹജി അഹ്ലി സുന്നത്തി വൽ ജമാഅ ഫലാ ഖൈറ ഫീഹിം വലാ യൻബഗി അൻ യതആവന മഅഹുൽ മുസ്ലിം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിന് നേരെ വിപരീതമായ മൻഹജും കൊണ്ട് നടക്കുന്ന പ്രസ്ഥാനങ്ങളെ നിങ്ങൾ ഒരിക്കലും ആ വിഷയത്തിൽ സഹായിക്കുകയോ അവരുടെ കൂടെ നിങ്ങൾ നിൽക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. എന്നാൽ കുല്ലു ഫിർഖത്തിൻ മിൻ ഹഉലാഇ ഫീഹാ ഖതഉൻ വസവാബുൻ. എന്നാൽ ഇതേപോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ സംഘങ്ങളിൽ തെറ്റും ശരിയുമുള്ളതുണ്ടാകും. ഫഅലൈക ബിത്തആവുനി മഅഹാ ഫീമാ ഇൻദഹാ മിന അസ്സവാബ്. അവർ ശരി പ്രവർത്തിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കണം. വജ്തിനാബു മാ വഖഅത് ഫീഹി മിൻ അഖ്താ. വല്ല തെറ്റുകളും അവർ ചെയ്യുന്നുണ്ടോ ആ തെറ്റ് നിങ്ങൾ ചെയ്യേണ്ടതില്ല. എന്നാൽ അവർക്കെതിരിൽ വാളെടുത്ത് രംഗപ്രവേശം ചെയ്യല്ല വേണ്ടത്. പിന്നെയോ മഅത്തനാസുഹി വത്തആവുനി അലൽ ബിർരി വത്തഖ്വാ. പുണ്യത്തിലും നന്മയിലും പരസ്പരം സഹകരിച്ചും അവരെ ശക്തിപ്പെടുത്തിയും അവരെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന കേരളക്കരയിലെ പ്രസ്ഥാനമാണ് നമ്മുടെ സലഫി പ്രസ്ഥാനം. പല നിലക്കുമുള്ള ഭിന്നതകളും പ്രയാസങ്ങളും അതിലുണ്ടായിട്ടുണ്ടെങ്കിലും ആത്യന്തികമായ ഖുർആനിനെയും സുന്നത്തിനെയും മൻഹജായി സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ തൗഹീദും സുന്നത്തും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഖബർ പൂജ നിർത്തി, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നിർത്തി, മദ്ഹബിന്റെ ഇമാമിയങ്ങളെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന അവസ്ഥകൾ നിർത്തി തൗഹീദിലേക്കും സുന്നത്തിലേക്കും വന്നിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മുടെ നാടുകളിലുള്ള ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ പണ്ഡിതന്മാരുടെയും പ്രബോധകന്മാരുടെയും പ്രവർത്തനം കൊണ്ടാണ്. നമ്മളുടെ ആ പ്രബോധന പ്രവർത്തനം കൊണ്ട് ഫമയഅമൽ മിസ്ഖാല ദറത്തിന് ഖൈറൻ യറന്നല്ലേ. അണുമണിത്തൂക്കം നന്മ ഒരാൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടൂലേ? എന്നിരിക്കെ ആളുകളുടെ ഏതെങ്കിലും തെറ്റുകളോ അബദ്ധങ്ങളോ ചൂണ്ടിക്കാണിച്ച് നാം ചെയ്യുന്ന ഖൈറിൽ നിന്ന് മാറി നിൽക്കാൻ ഏത് മതമാണ് നമ്മളെ പഠിപ്പിച്ചത്? ഏത് പ്രവാചകനാണ് നമ്മളത് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ അബദ്ധങ്ങൾ പറ്റിയവരുണ്ട്, വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് ആ കൂട്ടായ്മയിൽ നിന്ന് ആളുകൾ മാറിപ്പോയതാണോ? അങ്ങനെ മാറിപ്പോവുകയാണോ വേണ്ടത്? നാം ചെയ്യേണ്ട നന്മകൾ നമ്മൾ ചെയ്യുക. നമ്മൾ ഇന്നലെ വരെ എന്തൊരു പ്രബോധന പ്രവർത്തനങ്ങളാണോ ചെയ്തത് ആ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. എന്നാൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി വരുന്ന ആള് ശിർക്ക് ചെയ്യണം എന്നാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ സഹകരിച്ചു കൊടുക്കാൻ പാടില്ല. വിദഅത്ത് ചെയ്യണം എന്നാണോ പറയുന്നത് അതിൽ നമ്മൾ സഹകരിച്ചു കൊടുക്കാൻ പാടില്ല. എന്നാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കെ ഇന്നെന്ന ആളുകൾക്കൊക്കെ ചില വ്യക്തിപരമായ ദൂഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ നന്മയുടെ കൂട്ടായ്മയിൽ ഞാനില്ല എന്ന് പറയുന്നത് യുക്തിയുടെ പിൻബലമില്ല, പ്രമാണത്തിന്റെ പിൻബലമില്ല, ഖുർആനിന്റെ പിൻബലമില്ല, സുന്നത്തിന്റെ പിൻബലമില്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ പിൻബലവുമില്ല. മറിച്ച് അവർ പറയുന്നത് സത്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നാണ് മഹാന്മാരായ ഈ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് ചെറിയ ചെറിയ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഒരു മൻഹജിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ ഒരിക്കലും ഭിന്നതയിലാകാനോ അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ വസ്വാസുകൾ ഉണ്ടാക്കാനോ നല്ല നിലക്ക് നന്മയുടെ കൂട്ടായ്മയുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലത്തിന്റെ മന്നാഇൽ ലിൽ ഖൈരി, പുണ്യത്തെ തടയുന്നവൻ എന്ന് അല്ലാഹു പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു ഖൈറിലേക്ക് വഴി നടത്തുന്ന ആൾക്കും അത് ചെയ്ത ആളുടെ പ്രതിഫലം ഉണ്ട് എന്നല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? മൻ ദല്ല ഇലാ ഖൈരിൻ കഫാഇലിഹി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മസ്ജിദ്, ഒരു പള്ളി ഒരു സ്ഥലത്തുണ്ട്,
ഒരു സഹോദരൻ വിചാരിക്കുകയാണ് ആളുകൾക്ക് പള്ളി എവിടാന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ഏരോ മാർക്ക് ഒരു ബോർഡിൽ എഴുതി മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ട് വെക്കട്ടെ എന്നൊരാൾക്ക് തോന്നി വിചാരിക്കുക. ആ ഏരോ മാർക്ക് കണ്ട് ആ പള്ളിയിലേക്ക് ആരൊക്കെ പോയി നമസ്കരിക്കുന്നുവോ അവരുടെ നമസ്കാരത്തിന്റെ പ്രതിഫലത്തിന്റെ ഓഹരി അല്ലാഹു സുബ്ഹാനഹു വ തആല ബോർഡ് വെച്ച ആൾക്ക് നൽകും. ഒരു മൈക്ക് സെറ്റ് ചെയ്താൽ, ഒരു ക്ലാസിന് വേണ്ടി ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ, അതിനുവേണ്ടി ആളുകളെ വിളിച്ചുകൂട്ടിയാൽ, അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിനൊക്കെ വമ്പിച്ച പ്രതിഫലമുണ്ട്. ഈ പുണ്യങ്ങളൊക്കെ ആളുകൾക്ക് തടയാൻ ആരാണ് നമ്മളെ പ്രേരിപ്പിച്ചത്? സമൂഹത്തിൽ ഒരിക്കലും തിന്മയുണ്ടാവുകയില്ല എന്നാണോ പ്രവാചകൻ പഠിപ്പിച്ചത്? മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനി ഫഇൻ ലം യസ്തതി ഫബിഖൽബി വദാലിക അദ്അഫുൽ ഈമാൻ. ഒരു തെറ്റ് കണ്ടാൽ പറഞ്ഞു കൊടുത്തോളൂ. കൈകൊണ്ട് തടയാൻ പറ്റുന്നവർ തടയട്ടെ, നാവ് കൊണ്ട് പറയാൻ പറ്റുന്നവർ പറയട്ടെ, ഇതിന് രണ്ടിനും കഴിയാത്തവർ ഹൃദയം കൊണ്ട് വെറുക്കട്ടെ. അതിനപ്പുറത്ത് നാം ചെയ്യുന്ന നന്മകളിൽ നിന്ന് നാം മാറി നിൽക്കലും ജനങ്ങളെ നന്മയുടെ കൂട്ടായ്മയിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവരെ ഏകാന്തരവും ഒറ്റപ്പെട്ടവരുമാക്കി ഒരു നല്ല കൂട്ടായ്മയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന നെഗറ്റീവ് എനർജി നൽകുന്ന പ്രവർത്തനം ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. പുണ്യത്തിലേക്ക് ക്ഷണിക്കേണ്ടവരാണ് നമ്മൾ. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പുണ്യത്തിലേക്ക് ക്ഷണിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അവരാണ് വിജയികൾ. ഇതൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്നവരല്ല വിജയികൾ. അഥവാ അവൻ അങ്ങനെയാണ്, ഇവൻ എങ്ങനെയാണ്, ഇന്നാള് ശരിയല്ല, ഇയാൾക്ക് ആത്മാർത്ഥതല്ല, ഇന്നാൾക്ക് ഇഖ്ലാസ് ഇല്ല. ആളുകളുടെ ഇഖ്ലാസും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അളക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു സ്വഹാബി വന്നു. ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വലിയൊരു അബദ്ധം ചെയ്തിരിക്കുന്നു, വലിയ കുറ്റമാണ്. ഞാൻ കുറ്റം എന്താണെന്ന് ഞാൻ പറയൂല, പക്ഷെ വലിയ കുറ്റമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അട്ടിപ്പായിപ്പിച്ചോ? ഇത്രയും വലിയ കുറ്റം ചെയ്യുന്ന നീ ഞങ്ങളെ കൂടെ വേണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ ഉമ്മാക്ക് പുണ്യം ചെയ്തു കൊടുത്തോ, അള്ളാഹു നീ ചെയ്ത തെറ്റ് പുറത്തു തരും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല, ഉമ്മ മരിച്ചുപോയി, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇളയമ്മയോ മൂത്തമ്മയോ ഉണ്ടോ? ഉമ്മാന്റെ അനുജത്തി അല്ലെങ്കിൽ ഉമ്മാന്റെ ജ്യേഷ്ഠത്തി ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഉമ്മാന്റെ സഹോദരികളുണ്ട്. എങ്കിൽ അവർക്ക് പുണ്യം ചെയ്തു കൊടുത്തു, അത് ഉമ്മാക്ക് ചെയ്യുന്നത് പോലെയാണ്, നിന്റെ പാപങ്ങൾ അല്ലാഹു നിനക്ക് പുറത്തു തരും. എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ സ്വഹാബി പിരിഞ്ഞു പോയത്. അവരെ ചടപ്പിച്ചോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അവരെ വിമുഖരാക്കിയോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരിക്കലും ഒരു സമൂഹത്തെ നമ്മൾ ബേജാറാക്കരുത്. ഒരിക്കലും ഒരു സമൂഹത്തിന്റെ മാനസികമായ നന്മക്കുള്ള ഉന്മേഷത്തെ തളർത്തല്ല നമ്മൾ വേണ്ടത്, അതിനെ വളർത്തുകയാണ് വേണ്ടത്. അബദ്ധങ്ങളും തെറ്റുകളും സൊസൈറ്റിയിൽ ഉണ്ടാകും. അതിനാണ് പ്രബോധന പ്രവർത്തനങ്ങൾ, അതിനാണ് ക്ലാസുകൾ, അതിനാണ് ഖുതുബകൾ. എന്നാൽ ഖുതുബകളിലൂടെ, ക്ലാസുകളിലൂടെ ജനങ്ങളെ നിങ്ങൾ തിന്മ ചെയ്യൂ എന്നാണോ ഒരു പ്രസ്ഥാനം പറയുന്നത്? ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നമ്മൾ കൂടണ്ട. എന്നാൽ ജനങ്ങളെ അല്ലാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ജനങ്ങളെ ഖബറുകളെ ആരാധിക്കരുത്, മരിച്ചുപോയ മഹാത്മാക്കളെ ആരാധിക്കരുത്, മലക്കുകളെ ആരാധിക്കരുത്, ജിന്നുകളെ ആരാധിക്കരുത്. സ്വഹാബത്തിന്റെ മനഹജ് പിൻപറ്റണം. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റണം. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം. പരലോകത്തെ ഭയപ്പെടണം, ഇൽമു നേടണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സദസ്സുകളെ, അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ നമുക്ക് പാടില്ലാത്തതാണ്. യഥാർത്ഥ സലഫികൾക്ക് പാടില്ലാത്തതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജ് മനസ്സിലാക്കിയ ആളുകൾക്ക് പാടില്ലാത്തതാണ്. എന്നാൽ പലപ്പോഴും ആളുകളെ പല നിലക്കും ചില വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രബോധന രംഗത്തു നിന്നും മറ്റുമൊക്കെ വിമുഖത കാണിക്കാനും വിമുഖരായി മാറി നിൽക്കാനും പ്രേരിപ്പിക്കുന്ന ചില ആളുകൾ നമ്മളുടെ നാടുകളിലൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ വസ്വാസുകളിൽ നമ്മൾ ആരും കുടുങ്ങിപ്പോകാതിരിക്കുക എന്ന ആത്മാർത്ഥമായ നസീഹത്ത് കൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ദർസ്, ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ചില വസ്വാസുകളുള്ള ചില വിഷയങ്ങൾ, അഥവാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളല്ല ഇവർ, അല്ലെങ്കിൽ സലഫികളല്ല ഇവർ എന്നൊക്കെ പറയാൻ വേണ്ടി പലപ്പോഴും കാരണങ്ങളായി പറയുന്ന ചില വിഷയങ്ങൾ, അതാണ് ഇൻഷാ അല്ലാഹ് നാം ഇവിടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം ഇവിടെ ചോദ്യമായിട്ട് നൽകിയിട്ടുള്ളത് സ്ത്രീകൾ മുഖം മറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ഖുർആനിന്റെയും ഹദീസിന്റെയും അവയിൽ നിന്നും തെളിവുകൾ പിടിക്കുന്ന സലഫി പണ്ഡിതന്മാരുടെയും നിലപാട് പ്രാമാണികമായി വിശദീകരിക്കാമോ എന്നാണ്. ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ള കാരണം അതും ഞാൻ പറയട്ടെ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം സമൂഹത്തിൽ മുഖം മറയ്ക്കണം എന്ന് പറയുന്നവരും മുഖം മറയ്ക്കേണ്ടതില്ല എന്ന് പറയുന്നവരുമായ രണ്ട് വിഭാഗം പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മുഖം മറയ്ക്കൽ വാജിബാണ്, നിർബന്ധമാണ് എന്ന് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറയുന്ന പണ്ഡിതന്മാർ. എന്നാൽ വാജിബല്ല, നല്ലതാണ്, മുസ്തഹബാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോ മുഖം മറക്കാത്ത ആളുകളെ, അതല്ലെങ്കിൽ അത് നിർബന്ധമല്ല എന്ന് പറയുന്ന ആളുകളെ, അവർ സലഫി മൻഹജ് ഇല്ലാത്തവരാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളല്ല എന്ന് പറയാൻ മാത്രം ഈ വിഷയത്തെ നാം ഉപയോഗപ്പെടുത്താൻ പാടുണ്ടോ? അവിടെയാണ് വിഷയത്തിന്റെ മർമ്മം. യഥാർത്ഥത്തിൽ ഈ സംസാരിക്കുന്ന ഞാൻ സ്ത്രീകൾ മുഖം മറയ്ക്കൽ വുജൂബാണ്, നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാരണം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തെളിവുകളുടെ പിൻബലത്തോടുകൂടി പറഞ്ഞത് അതാണ് കൂടുതൽ സത്യത്തോട് യോജിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അതേ സമയത്ത് തെളിവുകളുടെ തന്നെ പിൻബലത്തോടുകൂടി മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അത് വാജിബാണെന്ന് പറയാൻ നിർവാഹമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലുമൊക്കെ സ്ത്രീകൾ മുഖം വെളിവാക്കിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള ദലീലുകൾ കൊണ്ടുവന്ന് അത് മുസ്തഹബാണ്, നിർബന്ധമല്ല എന്ന് ചിലർ വാദിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, അങ്ങനെ വാദിക്കുന്ന ഏതെങ്കിലും ആളുകളെ അവർ സലഫികളല്ല, അതല്ലെങ്കിൽ യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ ആളുകളല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ലോകം കണ്ട മഹാപണ്ഡിതന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളല്ല, അവരെ കൂടെ കൂടാൻ പറ്റൂല, അവരുടെ കിതാബ് വായിക്കാൻ പറ്റൂല എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് മുഗ്നി, ഇബ്നു ഖുദാമ അൽ മഖ്ദസിയുടെ മുഗ്നി എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിലെ പണ്ഡിതനും മഹാപണ്ഡിതനുമാണ് ആര്? ലോകത്ത്, സലഫി ലോകത്തും നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും നമ്മളുടെ പള്ളികളിൽ നടക്കുന്ന ദർസുകളിലുമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയും വായിക്കാൻ വേണ്ടിയും ഉപയോഗപ്പെടുത്തുന്ന വലിയ ഗ്രന്ഥമാണ് മുഗ്നി. ആ മുഗ്നിയുടെ കർത്താവ് അദ്ദേഹം പറയുകയാണ്, لأن النبي صلى الله عليه وسلم نهى المحرم عن لبس القفازين والنقاب. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു സ്ത്രീ മുഖം മറയ്ക്കാൻ പാടില്ല, അതേപോലെ തന്നെ കയ്യുറ ധരിക്കാനും പാടില്ല. وقال بعض أصحابنا, ഞങ്ങളുടെ മദ്ഹബിൽപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു, എന്താണ് പറയുന്നത്? അൽ മർഅതു കുല്ലുഹാ ഔറ لأنه قد روي في حديث عن النبي صلى الله عليه وسلم المرأة عورة. സ്ത്രീ ഔറത്താണ് എന്നൊരു ഹദീസ് ഉണ്ട്, അതുകൊണ്ട് സ്ത്രീ മുഴുവൻ ഔറത്താണ്. വലാകിൻ, എന്നാൽ റുഖിസ ലഹാ ഫീ കശ്ഫി വജ്ഹിഹാ വകഫൈഹാ, എന്നാൽ അവൾക്ക് അവളുടെ മുഖവും മുൻകൈകളും വെളിവാക്കാൻ ഇളവ് നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനാണത്? ലിമാ ഫീ തഗ്തിയതിഹി മിനൽ മശഖ്ഖ, കാരണം അതെപ്പോഴും മറക്കുക എന്നതിൽ ചില പ്രയാസങ്ങളുണ്ട്. وأبيح النظر إليه لأجل الخطبة لأنه مجمع المحاسن. അതേപോലെ തന്നെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷന്മാർക്ക് അവളുടെ മുഖത്തേക്ക് നോക്കാം, കാരണം അവളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കണം, അവിടെയാണല്ലോ അവളുടെ ഭംഗി. അതുകൊണ്ട് സ്ത്രീകൾക്ക് അവളുടെ മുഖവും മുൻകൈയും വെളിവാക്കുന്നതിൽ ഇളവ് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? ഇബ്നു ഖുദാമ അൽ മഖ്ദസി അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നത്. ഹംബലി മദ്ഹബിലെ പ്രഗൽഭനായ മഹാപണ്ഡിതനാണ്, ഈ ഗ്രന്ഥവും പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ ഇബ്നുൽ മുഫ്ലിഹ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്, താങ്കൾ ഇബ്നുൽ മുഫ്ലിഹ് അല്ല, ബൽ അൻത മുഫ്ലിഹുൻ എന്നാണ്, താങ്കൾ തന്നെ വിജയിയാണ്. ഹംബലി മദ്ഹബിൽ ഇബ്നു മുഫ്ലിഹിനെ പോലെ പാണ്ഡിത്യമുള്ള വേറൊരാളെ എനിക്ക് അറിയില്ല എന്നാണ് ആര് പറഞ്ഞത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ ആദാബു ശർഇയ്യ. അൽ ആദാബു അശ്ശർഇയ്യ, ശരീഅത്തിലെ അദബുകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. അദ്ദേഹം ചോദിക്കാണ്, ഹൽ യസൂഗു അൽ ഇൻകാറു അലൻ നിസാഇൽ അജാനിബ് ഇദാ കശഫ്ന വുജൂഹുന്ന ഫി ത്വരീഖ്. അജ്നബികളായ സ്ത്രീകൾ, ആ സ്ത്രീകൾ മുഖം വെളിവാക്കിക്കൊണ്ട് വഴിയിലൂടെ നടന്നാൽ അവളെ എതിർക്കൽ അനുവദനീയമാണോ? യൻബനി അലാ അന്നൽ മർഅ ഹൽ യജിബു അലൈഹാ സത്റു വജ്ഹിഹാ ഔ യജിബു ഗദ്ദുൽ ബസരി അൻഹാ. അവൾ മുഖം മറക്കുകയാണോ വേണ്ടത്, അതല്ല പുരുഷന്മാർ അവളുടെ മുഖത്തേക്ക് നോക്കാതിരിക്കുകയാണോ വേണ്ടത്? അവൾ മുഖം മറക്കുകയാണോ വേണ്ടത്, അതല്ല പുരുഷന്മാർ അവളുടെ മുഖത്തേക്ക് നോക്കാതിരിക്കുകയാണോ വേണ്ടത്? قال القاضي إياض في حديث جرير سألت رسول الله صلى الله عليه وسلم عن نظر الفجأة فأمرني أن أصرف بصري. ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് അറിയാതെ പെട്ടെന്ന് നോക്കുന്നതിനെ കുറിച്ച് നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നീ പെട്ടെന്ന് നിന്റെ മുഖം മാറ്റേണ്ടതാകുന്നു. അതേപോലെ തന്നെ മറ്റു ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, വഫീ ഹാദാ ഹുജ്ജത്തുൻ അലാ അന്നഹു ലാ യജിബു അലൽ മർഅതി അൻ തസ്തുറ വജ്ഹഹാ ഫീ ത്വരീഖിഹാ. ഇത്തരം ഹദീസുകളിൽ നിന്ന്
തെളിവാണെന്ത്? ഒരു സ്ത്രീക്ക് നിർബന്ധമില്ല വഴിയിലൂടെ പ്രവേശിക്കുമ്പോ മുഖം മറയ്ക്കൽ അവൾക്ക് നിർബന്ധമില്ല. മറിച്ച് പുരുഷന്മാരെന്ത് ചെയ്യുകയാണ് വേണ്ടത്? അവളുടെ മുഖത്ത് നിന്ന് കണ്ണ് മാറ്റുകയാണ് വേണ്ടത്. ഇത് പറഞ്ഞ ആരാണ്? ഇബ്നുൽ മുഫ്ലിഹ് എന്ന് പറയപ്പെടുന്ന ഹംബലി മദ്ഹബിലെ തന്നെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഈ വിഷയം ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു മരണപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് അലിയുൽ ഫർക്കൂസ് എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ കിതാബുകളും ദർസുകളും ഒക്കെ നമുക്ക് എമ്പാടും അവൈലബിൾ ആണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മഹാപണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയാണത്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, യക്സുറുൽ ജിദാലു ബൈനനാ അലാ മസ്അലത്തി തഗ്തിയത്തിൽ മർഅതി ലിവജ്ഹിഹാ. ഒരു സ്ത്രീ മുഖം മറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മഅ ഇത്തിഫാഖിനാ അലാ അഫ്ളലിയത്തി തഗ്തിയ. മുഖം മറയ്ക്കലാണ് അഫ്ളൽ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്നു. മുസ്ലിമീങ്ങൾ മൊത്തം യോജിക്കുന്നു. ആ വിഷയത്തിൽ ആർക്കും തർക്കമില്ല. മുഖം മറയ്ക്കൽ അഫ്ളലാണ്. പക്ഷേ നിർബന്ധമാണ് എന്ന് പറയുന്നത് നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ? നിങ്ങളുടെ മറുപടി എന്താണ് എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ളത്. അൽ ജവാബു, അദ്ദേഹം നൽകിയ മറുപടി എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു അല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഫസിതുറുൽ മർഅതി വജ്ഹഹ അഫ്ളലു മിൻ കശ്ഫിഹി. മുഖം മറയ്ക്കൽ തുറന്നിടുന്നതിനേക്കാൾ അഫ്ളലാണ്. ഫഹുവ സുന്നത്തുൻ മുസ്തഹബ്ബത്തുൻ ലാ ഇൽസാമ ഫീഹാ അലാ മാ തറജ്ജഹ മിൻ അഖ്വാലിൽ അഇമ്മത്തി വൽ ഫുഖഹാ മിനസ് സലഫി വൽ ഖലഫ്. സലഫുകളിലും ഖലഫുകളിലും പെട്ട പണ്ഡിതന്മാരുടെ തർജീഹായ ഖൗല് ആ വിഷയത്തിലുണ്ട്. വയുംകിനു മുറാജഅതു കിതാബ്, വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കിതാബും വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാ ഈ വിഷയത്തിൽ എഴുതിയ ഒരു കിതാബ് കൂടി അദ്ദേഹം എന്ത് ചെയ്യാണ്? ചൂണ്ടിക്കാണിക്കാൻ. ഈ പണ്ഡിതൻ ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഹ്ലുസുന്നന്റെ ആളല്ല, സലഫി ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റൂല, മാറ്റി നിർത്തേണ്ടതാണ്, അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ പാടില്ല, അദ്ദേഹത്തിന്റെ ദർസിൽ പോകാൻ പാടില്ല എന്ന് ലോകത്ത് ഒരു സലഫി പണ്ഡിതനും പറഞ്ഞിട്ടില്ല ഈ മഹാപണ്ഡിതനെ കുറിച്ച്. മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയെ കുറിച്ച് എന്താ പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായം? ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്. അൽബാനിയെ കുറിച്ച് കഴിഞ്ഞു പോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ പണ്ഡിതന്മാർ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയെ പുകഴ്ത്തി പറഞ്ഞത്. അവരാരും പറഞ്ഞിട്ടില്ല മുഖം മറയ്ക്കൽ നിർബന്ധമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് സലഫി ലോകത്തിൽ അദ്ദേഹത്തെ കൂട്ടാൻ പറ്റില്ല. അദ്ദേഹം നല്ലൊരു പണ്ഡിതനൊക്കെയാണ്, പക്ഷേ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിഭാഗത്തിൽ അദ്ദേഹത്തെ കൂട്ടാൻ പറ്റൂല എന്ന് ഒരൊറ്റ സലഫി പണ്ഡിതന്മാരെ പറഞ്ഞിട്ടില്ല. കാരണം അത് സലഫി അവർ അറിവുള്ളവരാണ്. കിബാറുകളിൽപ്പെട്ട പണ്ഡിതന്മാർ പറയാത്ത നമ്മൾ പറയാൻ നിൽക്കരുത്. അതുകൊണ്ട് വുജൂബാണെന്ന് പറയുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട്. ആ തെളിവാണ് കൂടുതൽ സത്യത്തോട് യോജിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇത് സ്വീകരിക്കാം. പക്ഷെ അതേ സന്ദർഭത്തിൽ അല്ല എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് അബദ്ധം പറ്റി എന്ന് പറയാൻ തീർച്ചയായും ഇന്നതാണ് സത്യമെന്ന് പറയുന്ന ആളുകൾക്ക് അവകാശമുണ്ട്. പക്ഷേ അത് പറഞ്ഞതിന്റെ പേരിൽ അവർ അഹ്ലുസുന്നന്റെ ആളുകളോ സലഫികളോ അല്ല എന്ന് പറയാൻ ഒരു നിർവാഹവുമില്ല. കാരണം സലഫി ലോകത്തെ അഗ്രേസരന്മാരായ കഴിഞ്ഞുപോയവരും, അതാണ് ഞാൻ പൂർവ്വ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചത്, ആധുനികരുമായ പണ്ഡിതന്മാരൊക്കെ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പറയാനുള്ളത് വുജൂബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അവരാണ് ഭൂരിപക്ഷം. എന്നാൽ വുജൂബല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്, അവരും അഹ്ലുസ് സുന്നന്റെ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ സമൂഹത്തെ ഒറ്റയടിക്ക്, നമുക്കറിയാം നമ്മുടെ കേരളക്കരയിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സന്ദർഭത്തിൽ തന്നെ എപ്പോഴാണ് മുഖം മറയ്ക്കൽ നിർബന്ധമായ ആയത്തിറങ്ങിയത്? ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ് മുഖം മറയ്ക്കണം, അതല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ അവർ ജിൽബാബ് ധരിക്കണമെന്ന ആശയം വരുന്ന ആയത്തിറങ്ങിയത്. ഘട്ടം ഘട്ടമായിട്ടാണ് ആ വിഷയത്തിലുള്ള ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ആദ്യം അവരുടെ മനസ്സിലേക്ക് ഈമാനും തഖ്വയും സുന്നത്തിനെ പിൻപറ്റുന്ന വിഷയവും അതേപോലുള്ള കാര്യങ്ങളും നാം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ക്രമേണയാണ് ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുക. നാളെ തന്നെ നീ മാറണം എന്ന് പറയാൻ കഴിയില്ല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുള്ളയോട്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ്, 2 ഹർമകളിലും ദർസെടുക്കുന്ന പണ്ഡിതനാണ്, UAE ഇടക്കിടക്ക് സന്ദർശിക്കുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ ഭാര്യ ഞാൻ എത്ര പറഞ്ഞിട്ടും മുഖം മറക്കുന്നില്ല, ബാക്കിയെല്ലാം നന്മയും അവളിലുണ്ട്, ഞാൻ അവളെ ത്വലാഖ് ചെല്ലട്ടെയോ? അദ്ദേഹം പറഞ്ഞു, അത് വിവരക്കേടാണ്.
5 വക്ത് നമസ്കരിക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയെ നിനക്ക് കിട്ടിയിട്ട് ഈ ഒരു വിഷയം പറഞ്ഞ് നീ അവളെ ത്വലാഖ് ചൊല്ലുകയോ, നീ അവളെ സ്നേഹിക്കുക, കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക, വിഷയത്തിന്റെ ഗൗരവം നീ എന്നും അവൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അള്ളാഹ് ആ കാര്യം അവൾക്ക് ബോധ്യപ്പെട്ടാൽ അവൾ സ്വീകരിക്കുന്ന ഒരു നാൾ വരും. ത്വലാഖ് ചെല്ലാൻ പറ്റുന്ന വിഷയമല്ലത്. അപ്പൊ ഭാര്യയെ ത്വലാഖ് ചെല്ലാൻ പറ്റൂലെങ്കിൽ 2 സുഹൃത്തുക്കൾ തമ്മിൽ ഭിന്നിക്കാൻ ഈ വിഷയം പാടില്ല. പറഞ്ഞു കൊടുക്കുക, ആളുകൾക്ക് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുക. ഏറ്റവും ചുരുങ്ങിയത് മുസ്തഹബാണ് എന്ന് അംഗീകരിക്കാത്ത ആരുമില്ല. നോക്കൂ നിങ്ങൾ, ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ സ്ത്രീകളുടെ വേഷം എന്തായിരുന്നു? അതിൽ നിന്ന് മാറി പർദ്ദയിലേക്ക് വന്നില്ലേ? അതിൽ നിന്ന് തന്നെ വലിയൊരു ഭൂരിപക്ഷവും മുഖം മറച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളാണ് വലിയൊരു ഭൂരിപക്ഷം ഉള്ളത്. എന്താ ഈ മാറ്റങ്ങൾ ഉണ്ടായത്? ഒറ്റ ദിവസം കൊണ്ടുണ്ടായതാ? അല്ല, നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടാവും. ആളുകൾക്ക് ഉത്ബോധനം നൽകുക, ആളുകളോട് പിണങ്ങല്ല വേണ്ടത്. ആളുകൾക്ക് ഉത്ബോധനം നൽകിക്കൊണ്ട് അവരെ നാം ക്രമേണ അവരെ നന്മയിലേക്ക് കൊണ്ടുവരാണ് വേണ്ടത്. പുരുഷന്മാർ, താടി വളർത്തുന്ന പുരുഷന്മാർ ഒരു 10-15 കൊല്ലം മുമ്പ് വളരെ അപൂർവമായിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷെ താടിയുടെ അതിന്റെ സുന്നീയത്തിനെ സംബന്ധിച്ചുള്ള നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങൾ കാരണം താടി വെക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ടായി. നിര്യാണിയുടെ മേലെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ചിഹ്നമായിട്ട് പോലും ആരും കരുതാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മനസ്സിലായി, നിര്യാണിയുടെ മേലെ വസ്ത്രം ധരിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളുണ്ടായി. ഇതൊക്കെ എങ്ങനെ ഉണ്ടായത്? ഒറ്റ രാത്രി കൊണ്ടുണ്ടായതാ? അല്ല, പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് സമൂഹത്തിൽ ഇനിയും മാറ്റം ഉണ്ടാകും. നമ്മൾ ഒളിച്ചുകൂടല്ല വേണ്ടത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അഹിദുഷംറി അദ്ദേഹം ഒരു കിതാബ് തന്നെ എഴുതി. എന്തിന്റെ പേരെന്നറിയുമോ? തിന്മ ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്ന ഹദീസ് എപ്പോഴും എല്ലായിടത്തും ഉപയോഗിക്കേണ്ടതല്ല. ചില ആളുകൾ അതാണ് എന്ത് വിദഗ്ധത്വം തെറ്റുമൊക്കെ ചെയ്യുന്ന ആളുകളോട് പിണങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തിനാ പിണങ്ങാൻ പറഞ്ഞത്? എപ്പോഴാ പിണങ്ങാൻ പറഞ്ഞത്? അതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം വായിക്കണം. പിണങ്ങാൻ പറഞ്ഞത് ഇണങ്ങുമെന്ന് തോന്നുന്ന ആളുകളോടാണ്. ഞാൻ പിണങ്ങിയാൽ എന്നോട് ഇണങ്ങും എന്നൊരാളെ കുറിച്ച് നമുക്ക് തോന്നിയാലേ അയാളോട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? പിണങ്ങാൻ പാടുള്ളൂ. എന്നാ പിണങ്ങിക്കാൻ നീ നിന്റെ വൈക്ക് പോ എന്ന് പറയുന്ന ഒരാളാണെങ്കിലും അവിടെ പിണങ്ങല്ല വേണ്ടത്, പിന്നെയോ കൂടെ നിൽക്കണം. അതാണ് ഹിക്മത്ത്. കാരണം നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം സഹോദരന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. പിണങ്ങുന്ന പോലും എന്തിനാണ്? ഇണങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോടെ പിണങ്ങാൻ പാടുള്ളൂ. എന്ന് മാത്രമല്ല പണ്ഡിതന്മാർ വേറെയും ഒരു ഹിക്മത്ത് പറഞ്ഞു. എന്താണത്? ഭൂരിപക്ഷം ആളുകളും തിന്മയുടെ ആളുകളാണെങ്കിൽ ആ നാട്ടിൽ പിണങ്ങൽ ഒരിക്കലും എന്തല്ല, ഉചിതമല്ല, അത് ഹിക്മത്തല്ല. കാരണം ഭൂരിപക്ഷം ആളുകളും ഖുർആൻ എന്താ, സുന്നത്ത് എന്താ, ദീൻ എന്താന്ന് അറിയാത്തരത്തില് ഒരല്പം അറിയുന്ന ആളുകൾ സമൂഹത്തിലെ അവസ്ഥ പറഞ്ഞുകൊണ്ട് അവർ വീട്ടിൽ വാതിലടച്ചിരുന്നാലോ? പണ്ഡിതന്മാർ ചോദിക്കാണ്, പിന്നെ ഈ നന്മ ആര് പറഞ്ഞു കൊടുക്കും? ഈ പ്രബോധനം ആര് ചെയ്യും? അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകൾ മുസ്ലിമീങ്ങളല്ല, അതല്ലെങ്കിൽ അഹ്ലുസുന്നന്റെ ആളുകളല്ലെങ്കിൽ ആ നാട്ടിൽ പിണക്കം തന്നെ ഹിക്മത്തല്ല. പിന്നെയോ നല്ല കോണ്ടാക്ട് വേണമെന്ന്, എല്ലാവരുമായും നല്ല ബന്ധം സ്ഥാപിച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ച് നിരന്തരമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ചെയ്തത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ചെയ്തത് എന്താണ്? റസൂലുള്ളാഹിക്ക് തൗഹീദ് കിട്ടിയ ഉടനെ തന്നെ ഇവിടെ എല്ലാവരും ശിർക്ക് ചെയ്യുന്നവരാണ്, ഞാൻ വല്ല വിടട്ടെ എന്നാ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ എല്ലാവരെയും വിളിച്ചു വരുത്തുക ചെയ്തു. എല്ലാ വീട്ടിലും നബി പോകും, എല്ലാ സുഹൃത്തുക്കളെയും നബി കാണും, എല്ലാ നേതാക്കന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. പരമാവധി ആളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ ഷഅബു അബി താലിബിൽ അള്ളാഹുവിന്റെ റസൂലിനെ അവർ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ നബിയുടെ കൂടെ 3000-ഓളം മുശ്രിക്കുകൾ നബിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അബൂ താലിബ് അടക്കം. അബൂ താലിബ് മുശ്രിക്കാണ്, ബഹുദൈവാരാധകനാണ്. പക്ഷെ അബൂ താലിബ് പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്റെ മോനെ തൊടാൻ ഞാൻ സമ്മതിക്കൂല. അബൂ താലിബിന്റെ കൂടെ വേറെ 3000-ഓളം മുശ്രിക്കുകൾ, നബിക്ക് പ്രൊട്ടക്ഷൻ. മുസ്ലിങ്ങളല്ല, ബഹുദൈവാരാധകർ. ചില ആളുകൾ പറയും ബഹുദൈവാരാധകരുടെ സഹായത്തോടു കൂടിയൊന്നും ദഅവത്ത് നടത്താൻ പാടില്ല. ഓരോന്നും ഇസ്ലാം പറഞ്ഞത് ഓരോ ഘട്ടങ്ങളിലാണ്. അത് മനസ്സിലാക്കണം നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഭൂരിപക്ഷവും ബഹുദൈവാരാധകരാണ്. അവരുടെ പ്രൊട്ടക്ഷനോടുകൂടിയും ഓരോ ആളുകളുടെ വീട്ടിൽ പോയി എന്നെ സഹായിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഒരു വിഷയത്തിൽ ഇതേപോലെ വസ്വാസം ഉണ്ടാക്കി ചില ആളുകൾ, സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരെ വിമർശിച്ചു ചില ആളുകൾ. ദഅവ രംഗത്ത് ചില അമുസ്ലിങ്ങളുടെ സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് മറുപടി പറഞ്ഞ ആളാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മുശ്രിക്കിന്റെ വീട്ടിലും നേതാക്കളുടെ വീട്ടിലും കയറി ചെന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ പറയുന്ന തൗഹീദ് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇന്നതൊന്ന് പറയാൻ അനുവദിക്കണം, എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ എനിക്ക് വേണമെന്ന് പലരും നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രൊട്ടക്ഷൻ നൽകി. ആ പ്രൊട്ടക്ഷനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയത്.
അവസാനം മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല, ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഞാൻ നിൽക്കുക, ഞാൻ പോവാന്നല്ല പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണിത്. നിങ്ങൾ എന്നെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോകൂല. നിങ്ങൾ എന്നെ പുറത്താക്കിയത് കൊണ്ടാണ് ഞാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകൂല എന്നാണ് ആര് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. റസൂലുള്ളാഹി അവിടെ അള്ളിപ്പിടിച്ച് നിൽക്കും. എന്തിന്? ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ നമ്മൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ജനങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരിക. ഒറ്റയടിക്ക് എല്ലാം മാറ്റാമെന്ന് പ്രതീക്ഷിക്കാതെ മെല്ലെ മെല്ലെ നമ്മൾ കൊണ്ടുവരികയാണ് വേണ്ടത്. സ്ത്രീകൾ മുഖം മറക്കുന്ന വിഷയത്തിൽ പറയാനുള്ളത് അതാണ്. അഹ്ലുസ്സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഖിലാഫുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഖിലാഫ് പറഞ്ഞതിന്റെ പേരിൽ അവർ അഹ്ലുസ്സുന്നത്തിന്റെ ആളുകളല്ല, സലഫികളല്ല എന്ന് പറയുന്നത് സലഫിയ്യത്തല്ല. കാരണം നാസറുദ്ദീൻ അൽബാനി പറഞ്ഞത് മുഖം മറയ്ക്കൽ നിർബന്ധമില്ല, നല്ലത് മാത്രമേ ഉള്ളൂ എന്നാണ്. അതിനവളെ നിർബന്ധിക്കാൻ പാടില്ല എന്നാണ്. അദ്ദേഹം സലഫിയല്ല എന്ന് അഹ്ലുസുന്നന്റെ മൻഹജില്ലാത്ത ആളാണ് എന്നും ലോകത്ത് കിബാറിൽപ്പെട്ട ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ലെങ്കിൽ അവര് പറയാത്തത് പറയുന്ന ആളുകളായി സിഗാറുകളായ ആളുകൾ മാറരുത് എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. വേറെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശദീകരിക്കാം. രണ്ടാമത്തതും സമാനമായ ചോദ്യമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ക്ലാസ്സിൽ ഇരുന്നു കൊണ്ടുള്ള പഠനം ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് നിഷിദ്ധമാണെന്ന് പറയുന്നത് ശരിയാണോ? ഇസ്ലാമിൽ ഒരു കാര്യം നിഷിദ്ധമാവുന്നത് ഏതെങ്കിലും രാഷ്ട്രങ്ങളുടെ ബേസിൽ നിന്നുകൊണ്ടല്ല. ഇസ്ലാമിൽ ഒരു കാര്യം നിഷിദ്ധമാണെങ്കിൽ അത് ഏത് രാജ്യത്തും നിഷിദ്ധമാണ്. പക്ഷേ ഇസ്ലാം ഒരു കാര്യം പറയുന്നത് ഓരോ സാഹചര്യവും സമയവും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അത് അടിസ്ഥാന ഹുക്കുമിലുള്ള വ്യത്യാസമല്ല, പിന്നെയോ അതിന്റെ പ്രയോഗവൽക്കരണത്തിലുള്ള വ്യത്യാസം. ഉദാഹരണത്തിന് കള്ളുകുടി ഏത് നാട്ടിലും ഹറാമാണ്. പക്ഷെ വെറും ശിർക്ക് ചെയ്യുന്ന ആളുകളോട് ആദ്യം പറയേണ്ടത് തൗഹീദാണ്. എന്നതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നാണ് ഇരിക്കേണ്ടത്. ഒരു ക്ലാസ് റൂമിൽ അവരിയ്ക്കേണ്ടതാകുന്നു. അതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് ഇവിടെ ഒരു പ്രബോധന പ്രസ്ഥാനവും പറയുന്നില്ല. പ്രത്യേകിച്ചും സലഫി പ്രസ്ഥാനം പറയുന്നില്ല. നമ്മുടെ ദഅ്വാ കൂട്ടായ്മ പറയുന്നില്ല. വിസ്ഡം ഇസ്ലാമിക് ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തകന്മാരോ പണ്ഡിതന്മാരോ ആരും തന്നെ ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ് ഇസ്ലാമിക രീതി എന്ന് പറയുന്നില്ല. മറിച്ച് പരമാവധി ആളുകൾക്ക് ബോധവൽക്കരണം നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ചോദ്യത്തിൽ അങ്ങനെ ചോദിക്കാനുള്ള കാരണം നമ്മൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യ രാജ്യത്ത് 85% മുസ്ലിങ്ങളാണ്. നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ വേറെ വേറെ ക്ലാസ്സിലായിരുന്നു ഇരുന്നിരുന്നത്. മുജാഹിദ് പ്രസ്ഥാനം വന്നതിന് ശേഷം അവരൊക്കെ ഒറ്റ ക്ലാസ് റൂമിലാക്കിയ മാതിരിയാണ് ഈ ആളുകൾ സംസാരിക്കുന്നത്. അങ്ങനെയാണോ? ഇത് നമ്മുടെ നാടുകളിൽ ഇങ്ങനെ തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. അതേ സന്ദർഭത്തിൽ അപൂർവം ചില സ്ഥാപനങ്ങളുണ്ട്. ഗേൾസിന് മാത്രം സ്കൂള്, ബോയ്സിന് മാത്രം സ്കൂള്. എന്റെ നാട്ടിൽ വരെ ഉണ്ട്. ഗേൾസ് സ്കൂൾ വേറെയാണ്, ബോയ്സ് സ്കൂൾ വേറെയാണ്. അങ്ങനെ നടക്കുന്നുണ്ട്. ഒറ്റയടിക്ക് നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഈ ഒരു വലിയ മാറ്റം നമ്മളൊരു വിഭാഗം വിചാരിച്ചാൽ നടക്കുന്ന കാര്യം നമ്മൾ പ്രായോഗികമായി ചിന്തിക്കും. നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു മാറ്റം വരണം. അല്ലെങ്കിൽ ഞങ്ങളുടെ പെൺകുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു വിചാരിക്കാം. മുസ്ലിം പെൺകുട്ടികൾ പോകില്ല, ശരി. പക്ഷേ അമുസ്ലിങ്ങളായ പെൺകുട്ടികൾ വരൂലേ? അപ്പൊ ആർക്കും പോകാതിരിക്കണം? ആ കുട്ടികളും പോകരുത്. ചുരുക്കത്തിൽ ഇന്ത്യയിലുള്ള 15 കോടി മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസത്തിന് പോകാതെ വീട്ടിലിരിക്കുകയാണ് വേണ്ടത് എന്ന് ലോകത്ത് വിവേകമുള്ള ഹിക്മത്തുള്ള ഒരാളും പറയില്ല. മറിച്ച് ഓരോരുത്തരും അവരവരുടെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കുമോ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള കൂടിയാലോചനകളുണ്ട്. പരമാവധി നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അത്തരം മനഹജ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നു. പുരുഷന്മാർക്ക് വേറെ, സ്ത്രീകൾക്ക് വേറെ. എന്നാൽ സലഫിയത്തിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത പല ആളുകളും അവരുടെ അറബി കോളേജുകളിലും മറ്റും നാം പോലും പലപ്പോഴും അതിന്റെ ഗൗരവത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾ അങ്ങനെയുള്ള രീതിയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ മാറ്റം വരണം. ഒരുപാട് വിഷയങ്ങളിൽ മാറ്റം വന്നില്ലേ? ഇനിയും മാറ്റം വരും. ആ മാറ്റം വരാൻ വേണ്ടി നാം പ്രവർത്തിക്കുക, സമൂഹത്തിന് ഉത്ബോധനം നൽകുക എന്നതല്ലാതെ ആത്മഹത്യാപരമായ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഇന്ത്യയിൽ മുസ്ലിമീങ്ങളെല്ലാവരും ഞങ്ങളിനി പഠിക്കാൻ വരുന്നില്ല, കാരണം ഒരു ക്ലാസ് റൂമിൽ ആണും പെണ്ണും ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ അസ്തിത്വം തന്നെ ഇന്ത്യ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടും. അതല്ലാത്ത വിഷയങ്ങളുടെ പേരിൽ തന്നെ മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ്, മുസ്ലിമീങ്ങൾ ഭീകരവാദികളാണ്, അവരെ ഈ നാട്ടിൽ വെച്ചു ഉറപ്പിക്കാൻ പാടില്ല എന്നുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കെ
നമ്മൾ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇത് പറയുന്ന ആളുകൾ പറയുന്ന എന്താണ്? നാളെ മുതൽ നമ്മളുടെ വീട്ടുകളിലെ മുസ്ലിങ്ങൾ ആരും ഇനി സ്കൂളിലേക്ക് പോകാൻ പാടില്ല എന്നാണോ ഈ പറയുന്ന ആളുകൾ വാദിക്കുന്നത്? അതേപോലെ തന്നെ അവിടെ അമുസ്ലിങ്ങളായ പെൺകുട്ടികൾ വരുമല്ലോ, ഇനി മുതൽ ആൺകുട്ടികളും വിദ്യാഭ്യാസം മുഴുവൻ നിർത്തുക, അവനാന്റെ വീട്ടിലിരുന്ന് ഖുർആനും ഹദീസും മാത്രം പഠിച്ചാൽ മതി എന്നാണോ ഈ വിഷയം പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ? അവർക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ്? അത് ആത്മഹത്യാപരമായ സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ ആരും പ്രബോധനം ചെയ്യുന്നില്ല, പ്രിയപ്പെട്ടവരെന്ത് ആണും പെണ്ണും കൂടിയിരിക്കണം, ഒട്ടിച്ചേർന്നിരിക്കണം, അതല്ലെങ്കിൽ ആണും പെണ്ണും ഒക്കെ ഒരേ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ് വേണ്ടത്, അവർ പരസ്പരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യട്ടെ, അതാണ് യഥാർത്ഥ ചര്യ എന്ന് നമ്മൾ പ്രബോധനം ചെയ്യുന്നുണ്ടോ? നമ്മൾ ആരും അത് പ്രബോധനം ചെയ്യുന്നില്ല. മറിച്ച് പരമാവധി ദീനുൽ ഇസ്ലാമിന്റെ മര്യാദകൾ ആ വിഷയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതേപോലെ ഗേൾസും ബോയ്സും സ്കൂളുകളുണ്ടെങ്കിൽ പരമാവധി നമ്മളുടെ കുട്ടികളെ അത്തരം സ്ഥാപനങ്ങളിൽ ചേർക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മളെ കൊണ്ട് സാധിക്കുന്നത്ര രൂപത്തിൽ നമ്മളുടെ രാഷ്ട്രീയ സ്വാധീനങ്ങളും മറ്റും ഉപയോഗിച്ച് സാധിക്കുന്നത്ര നമ്മൾ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഒരു യുക്തിപരമായ നീക്കമല്ലാതെ അതിനപ്പുറത്തേക്ക് നാളെ മുതൽ അങ്ങനെ ഒരു വിഷയം വന്നിരിക്കുന്നു, അതുകൊണ്ട് നാളെ മുതൽ ഇനി ആരും സ്കൂളിൽ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളൊക്കെ വീടുകളിൽ ഇരുന്നാൽ അതിനേക്കാൾ വലിയ പ്രത്യാഘാതമാണ് നമ്മുടെ രാജ്യത്തുണ്ടാക്കുക. അതുകൊണ്ട് യുക്തിരഹിതമായ കാര്യങ്ങൾ സംസാരിക്കാതെ ബുദ്ധിപൂർവ്വം സംസാരിക്കുക. നമ്മൾ ആരും ഒരിക്കലും തന്നെ സ്ത്രീയും പുരുഷനും ഇടകലരണം എന്ന് വാദിക്കുന്നവരല്ല. അവിടെയൊക്കെ ശക്തമായ മറ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ത്രീയും പുരുഷനും, സ്ത്രീകൾ അവരുടേതായ ഒരു ഭാഗത്ത്, പുരുഷൻ അവരുടേതായ ഒരു ഭാഗത്ത് ഇരിക്കലും ഇസ്ലാമിൽ നിഷിദ്ധമാണ് എന്ന് പറയാനും വകുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സ്ത്രീകൾ എവിടുന്നാണ് നിസ്കരിച്ചത്? പുറകുന്നു, അല്ലെ? നേരെ പുറകുന്നു, ഒറ്റ ഹാളിൽ നേരെ പുറകുന്നു. അതുകൊണ്ടാണ് സ്ത്രീകളോട് പറഞ്ഞത്, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ആദ്യം സ്ത്രീകൾ എന്ത് ചെയ്യണം? ഇറങ്ങിപ്പോകണം. അതേപോലെ തന്നെ പുരുഷന്മാർ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് പൂർണ്ണമായതിനു ശേഷമേ നിങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ. പുരുഷന്മാർ അന്ന് വസ്ത്രങ്ങളൊക്കെ വളരെ കുറവാണല്ലോ, അതുകൊണ്ട് ഔറത്തൊന്നും കാണാതിരിക്കാൻ പുരുഷന്മാർ എഴുന്നേറ്റ് ഉറപ്പ് വന്നതിന് ശേഷമേ സുജൂദിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കാവൂ എന്നുവരെ സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഹാളിൽ വ്യക്തമായി കാണാത്ത രൂപത്തിൽ മറയോ അതല്ലെങ്കിൽ പിറകിലോ അതല്ലെങ്കിൽ സൈഡിലോ ഇരിക്കുന്ന ശ്രദ്ധിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഇരുത്തമാണെങ്കിൽ അത് പൂർണ്ണമായി നിഷിദ്ധമാണ് എന്ന് പറയലും സാധ്യമല്ല. അപ്പൊ പരമാവധി നമ്മൾ ആ വിഷയത്തിലൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുക. സ്ത്രീയും പുരുഷനും കൂടിക്കലർന്നാൽ ഉണ്ടാകുന്ന ഫിത്നകൾ അത് വളരെ വലിയ ഫിത്നകളാണ് എന്നത് ആർക്കും അറിയാത്തൊരു വിഷയമല്ല. ആ കാര്യത്തിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുക, നാടിനെ ബോധവൽക്കരിക്കുക. നമ്മളുടെ കീഴിൽ നമുക്ക് നടത്താൻ സാധിക്കുന്നത്ര സ്ഥാപനങ്ങൾ ആ നിലക്ക് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുക എന്നല്ലാതെ നാളെ ഒരു സുപ്രഭാതത്തിൽ മുഴുവൻ ആളുകളും ഇത്തരം സ്കൂളിലേക്ക് പോകേണ്ടതില്ല എന്ന് പറയൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് അപകടമാണ് ഉണ്ടാക്കുക. എന്ന് മാത്രമല്ല, ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതൊന്നും പ്രശ്നമല്ല, സ്ത്രീകളും പുരുഷന്മാരൊക്കെ കൂടിക്കലർന്നാലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നു എന്നാണ്. ശുദ്ധ നുണയാണത്. അങ്ങനെ ഒരു പ്രചരണമോ അങ്ങനെ ഒരു പ്രബോധനമോ നമ്മുടെ ഭാഗത്തുനിന്നില്ല. എന്നാൽ പ്രായോഗികമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതാണ് ഹുക്മ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ മൂന്നാമത്തൊരു വിഷയമാണ് ഫോട്ടോ എടുക്കുന്നത് നിഷിദ്ധമാണെന്ന് പറയുന്നത് പ്രാമാണികമായി വിശദീകരിക്കാമോ? ഞാൻ നേരത്തെ ഹിജാബിന്റെ വിഷയം പറഞ്ഞതുപോലെ ഉള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ വിഷയം, ഫോട്ടോഗ്രാഫി. ഞാൻ സംസാരിക്കുന്നില്ല, ലോകം കണ്ട മഹാപണ്ഡിതന്മാർ സംസാരിക്കട്ടെ. ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതനായ ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ്, സൗദി അറേബ്യയിലെ മതകാര്യ വകുപ്പിന്റെ മന്ത്രിയും വലിയ പണ്ഡിതനുമാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ സലഫി ലോകത്തിന് സുപരിചിതനാണ്. അദ്ദേഹത്തോട് ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട, ഫോട്ടോഗ്രാഫി അല്ല അദ്ദേഹം ചർച്ച ചെയ്ത വിഷയം, ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുടെ രൂപവും അതിലൊരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാടും അദ്ദേഹം കശ്ഫു ശുബ്ഹാത്ത് എന്ന തൗഹീദിന്റെ കിതാബ് പഠിപ്പിക്കുന്ന വലിയൊരു മൻഹജാണ്. അദ്ദേഹം പറയാണ്, അൽ ഖിലാഫു ബിൽ മസാഇൽ അല്ലതി ഫീഹാ ദലീലുൻ യൻഖസിമു ഇലാ ഖിസ്മൈൻ. ദലീലിന്റെ അടിസ്ഥാനത്തിലുള്ള ഭിന്നതയെ നമുക്ക് രണ്ടായി വിഭജിക്കാം. അൽ അവ്വൽ ഖിലാഫുൻ ദഈഫ് വസ്താനി ഖിലാഫുൻ ഖവി. ദുർബലമായ അഭിപ്രായ വ്യത്യാസം, ശക്തമായ അഭിപ്രായ വ്യത്യാസം, ഇങ്ങനെ രണ്ടാക്കി തിരിക്കാനാണ്. എന്താ ദുർബലമായ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ? എതിർ കക്ഷിയുടെ ദലീലുകളൊക്കെ വളരെ ദുർബലമാണ്. അപ്പൊ പിന്നെ ആരുടെ കയ്യിലാണോ ദലീലുള്ളത് അതാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ എതിർ കക്ഷിയുടെ ദലീലും ശക്തമാണ്, അതിനാണ് എന്താ പറയാ, ഖിലാഫുൻ
കവി, ശക്തമായ അഭിപ്രായ വ്യത്യാസം. രണ്ട് പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായം പറയുന്നു, രണ്ടാമത്തുള്ള തെളിവ് വളരെ ശക്തമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് അതിനുള്ള ഉദാഹരണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു أطلق بعض أهل العلم قاعدة وهي قولهم لا إنكار في مسائل الخلاف وهذا الإطلاق غلط. അദ്ദേഹം പറയാണ് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളൊന്നും നമ്മൾ ചർച്ചക്കെടുക്കരുത് എന്ന് ചില ആളുകൾ പറയുന്നു. അത് ശരിയല്ല. لأن المسائل الخلافية الصحابة بعضهم أنكر على بعض فيها والتابعون أنكر بعضهم على بعض فيها. അഭിപ്രായ വ്യത്യാസമുള്ള ചില വിഷയത്തിൽ മറ്റു സഹാബികൾ അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നതുകൊണ്ട് ഒരാൾക്ക് ഒരാളുടെ വാദം പറയാൻ പറ്റില്ല എന്ന നിയമം തെറ്റല്ല. എന്നാൽ ചില മസ്അലകളുണ്ട്, ആ മസ്അലകൾ രണ്ട് കൂട്ടർ ശക്തമായ അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിൽ ലാ ഇൻകാർ ഫഇദാ കാനൽ ഖിലാഫു ഖവിയ്യൻ ഫഇന്നഹു ലാ ഇൻകാർ ഫീ മസായിലിൽ ഖിലാഫിൽ ഖവി. എന്ന അഭിപ്രായ വ്യത്യാസം ശക്തമാണെങ്കിൽ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ നിങ്ങൾ ശരിയല്ല, നിങ്ങൾ അഹ്ലുസുന്നന്റെ ആളുകളല്ല, നിങ്ങളെ കൂടെ ഞങ്ങളില്ല എന്ന് പറയാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം നോക്കൂ നിങ്ങൾ. മസലൻ മസ്അലത്തു തസ്വീരി ബിൽ വീഡിയോ, വീഡിയോ ഉപയോഗിച്ച് ചിത്രീകരിക്കൽ, വീഡിയോ ഉപയോഗിക്കൽ. ബഅദുഹും യജ്അലുഹു ദാഖിലൻ ഫി തസ്വീരി ഫയംനഉഹു. ചില ആളുകൾ പറയുന്നു റസൂലുള്ള വിലക്കിയ തസ്വീർ എന്നാണത്, അതുകൊണ്ട് പാടില്ല എന്ന് പറയുന്നു. അൽ മസ്അലതു ഫീഹാ ഖിലാഫുൻ ഖവി. അദ്ദേഹം പറയാണ് ഇതിലുള്ള ഖിലാഫ് ഖവിയാണ്, ശക്തമാണ്. അതേപോലെ തന്നെ ബഅദുഹും യുജീസു വബഅദുഹും ലാ യുജീസ്. ചിലർ പറയുന്നു അനുവദനീയമാണ്, ചിലർ പറയുന്നു അനുവദനീയമല്ല. كذلك يلحق أو من هذه المسألة التي فيها الخلاف القوي بين أهل العلم مسألة التصوير الضوئي. അഥവാ സ്റ്റിൽ ഫോട്ടോഗ്രാഫി. ഒരു ക്യാമറ ഉപയോഗിച്ച് നമ്മൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫ് എടുക്കുക, അതേപോലെ തന്നെ വീഡിയോ ഉപയോഗിച്ച് ചലിക്കുന്ന ചിത്രം എടുക്കുക. ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഖിലാഫുൻ വഈഫാണോ? അല്ല, ഖിലാഫുൻ ഖവിയാണ്, ശക്തമായതാണ്. ലിഅന്ന ബഅദഹും അബാഹ വബഅദു അഹ്ലുൽ ഇൽമി മനഅഹു. ചില പണ്ഡിതന്മാർ അതിന് അനുവാദം നൽകി, ചില പണ്ഡിതന്മാർ അത് പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. വഹാദാ ലഹു ഹുജ്ജത്തുൻ വഹാദാ ലഹു ഹുജ്ജത്തുൻ. പാടില്ല എന്ന് പറഞ്ഞവരുടെ അടുത്തും തെളിവുണ്ട്, പാടുണ്ട് എന്ന് പറയുന്നവരുടെ അടുത്തും തെളിവുണ്ട്. വഖ്തലഫ ഫീഹി ഉലമാഉൽ മുആസിരീൻ. ആധുനിക കാലഘട്ടത്തിലെ ഉലമാക്കൾ ഭിന്നിച്ചിട്ടുണ്ട്. ജാഹിലും ആലിമും തമ്മിൽ ഭിന്നിച്ചു എന്നല്ല പറഞ്ഞത്, ആലിമീങ്ങൾ തമ്മിലാണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസം അത് വളരെ ശക്തവുമാണ്. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാണെങ്കിൽ ലാ ഇൻകാറ, അതിൽ ഒരു ഭാഗം സ്വീകരിച്ചതിന്റെ പേരിൽ അവരെന്ത് ചെയ്യാൻ പാടില്ല? മൻഹജിൽ നിന്ന് പുറത്തായവരായോ മറ്റോ അവരെ കുറിച്ച് വിശദീകരിക്കുവാനോ പറയാനോ പാടില്ലാത്തതാണ്. ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ധാരാളം പണ്ഡിതന്മാർ അത് റസൂലുള്ള വിലക്കിയതിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ സൃഷ്ടിയെ വേറൊരു സൃഷ്ടി തന്റെ ഭാവനയിൽ കൊണ്ടുവന്ന് അതിലേക്ക് നോക്കി താൻ ആയി വരയ്ക്കുന്നതാണ്. എന്നാൽ ക്യാമറയിലൂടെ എടുക്കുമ്പോൾ അയാൾ സ്വന്തമായി ഒരു രൂപം നൽകുന്ന ഒന്നുമില്ല. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെ ആധുനിക സംവിധാനത്തോടുകൂടി ആ സൃഷ്ടിയുടെ രൂപം മറ്റൊരു പ്രതലത്തിലേക്ക് കാണിക്കുന്നു എന്നല്ലാതെ മറ്റൊരു ഒന്നും അവിടെ നടക്കുന്നില്ല. ഏതുപോലെ എന്നിട്ട് അതേ ഉദാഹരണം പറഞ്ഞു, ഒരു ഒറിജിനൽ പ്രിന്റ്, ഈ പ്രിന്റ് കോപ്പി എടുത്താൽ കോപ്പി എടുത്തവനാണ് ഈ ഇതിന്റെ കർത്താവ് എഴുതിയത് നമ്മൾ പറയും ഇല്ല, അയാൾ ഒരു കോപ്പി എടുത്തിട്ടേ ഉള്ളൂ. എന്നാൽ അതേ സന്ദർഭത്തിൽ അതിലുള്ള ഒരു സംഗതി വേറൊരാൾ ഇപ്പുറത്തുനിന്ന് എഴുതിയെടുക്കുകയാണെങ്കിലോ ഇത് അയാൾ എഴുതിയതാണ് എന്ന് നമുക്ക് പറയാം. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ അതേ രൂപത്തിൽ തന്നെ ഏറ്റക്കുറവുകൾ വരുത്താതെ അതേ രൂപത്തിൽ ഒരാൾ ആധുനിക സംവിധാനം വഴി ഒന്നിലേക്ക് പകർത്തലാണ്. അതുകൊണ്ട് ആ തസ്വീറും ഈ തസ്വീറും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ആര് പറയുന്നു? മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിയോജിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ ഖവിയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പോലും പറഞ്ഞത് എനിക്ക് ആ വിഷയത്തിൽ തവഖുഫുണ്ട്,
അദ്ദേഹത്തോട് ഒരു സന്ദർഭത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ സുഹൃത്തുക്കളിൽപ്പെട്ട ധാരാളം അറിവുള്ള പണ്ഡിതന്മാർ അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ശരിയെന്നും തെറ്റൊന്നും പറയില്ല എന്നാണ് അദ്ദേഹം ആദ്യം സ്വീകരിച്ച നിലപാട്. പിന്നീട് അദ്ദേഹം പറഞ്ഞു അതിൽ സ്റ്റിൽ ഫോട്ടോഗ്രഫി അദ്ദേഹം എതിർത്തു. അതേസമയത്ത് ടെലിവിഷനിലൂടെ വീഡിയോഗ്രഫി അത് അനുവദനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഷെയ്ഖ് സാലിഹ് ആലി ഷെയ്ഖ് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് ഫോട്ടോ എടുക്കൽ അത് ശരിയല്ല, എന്നാൽ വീഡിയോ അനുവദനീയമാണെന്ന്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ പറ്റുമോ ഫോട്ടോ പറ്റുമോ, ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഈ അഭിപ്രായ വ്യത്യാസത്തിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ അവരൊക്കെ മനഹജെന്ന് പുറത്താന്ന് പറയുകയാണെങ്കിൽ ധാരാളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ കിതാബൊക്കെ നമ്മളുടെ ഓഫീസുകളിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും പള്ളികളിൽ നിന്നൊക്കെ മാറ്റേണ്ടി വരും. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അവർ പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കുന്ന സാധാരണക്കാരനായ ഒരാളെ നീ സലഫിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മാറ്റുന്നത് യഥാർത്ഥ ഒരു ശരിയായ നിലപാടല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതേ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരും ധാരാളക്കണക്കിന് പണ്ഡിതന്മാരാണ്. അവർ പറയുന്ന തെളിവുകളും ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമീങ്ങൾ അതിൽ ജാഗ്രത പുലർത്തണം. അത് നാം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഫോട്ടോ എടുക്കുന്ന ഒരു സമീപനം ഒരിക്കലും ശരിയല്ല. നമുക്ക് ഫോട്ടോ എടുക്കാം ഏതിന്റെ റൂഹുകളില്ലാത്ത ആത്മാവില്ലാത്ത വസ്തുക്കളുടെ മലകൾ, പുഴകൾ, വൃക്ഷങ്ങൾ ഇതൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ റൂഹുള്ള ജീവികളുടെ ഒന്നും ഫോട്ടോഗ്രാഫി നാം എടുക്കാതിരിക്കുക കഴിവിന്റെ പരമാവധി. ദേവാരംഗത്ത് ഏതെങ്കിലും വിഷയങ്ങൾ, ഏതെങ്കിലും പ്രോഗ്രാമുകൾ അതിന്റെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും മസ്ലഹത്തോ ഖൈറോ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഒരു രോഗം പോലെ എല്ലാവരുടെ കൈകളിലും മൊബൈൽ ഫോണുകളുണ്ട്, ക്യാമറയുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ കണ്ടതും കേട്ടതും ഒക്കെ ഫോട്ടോ എടുത്ത് അതൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് അതൊരു അസുഖമായി മാറിയ ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്, അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും വളരെ കൃത്യമായി അതിൽ റെസ്ട്രിക്ഷൻ പറയുകയും അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ദഅവത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി ഉപയോഗിച്ചോളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നമ്മളുടെ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടിയും അതേപോലുള്ള കാര്യങ്ങൾക്കും പഠനാവശ്യാർത്ഥവും ഒക്കെ ആവാം എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യമെന്ന് തോന്നുന്നിടത്തിൽ മാത്രമേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ശക്തമായി സമൂഹത്തെ ബോധവൽക്കരിക്കുന്നു. ആ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ജനങ്ങളോട് പറയുന്നു. അതല്ലാതെ എല്ലാവരും അതിന്റെ പിന്നാലെ പോയിക്കൊണ്ട് ഒരു കുഴപ്പമില്ലാത്ത തിന്മയാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, ഇത്തരം ഖിലാഫ് ഖബിയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ വിഷയത്തിൽ നമ്മളെപ്പോലുള്ള സിഗാറകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആളുകളെ സലഫി മനഹജില്ലാത്തവരാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെ നാലാമത് ചോദിച്ച ചോദ്യം ഞാനിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. പൂർണ്ണമായി സലഫിയത്ത് ഉൾക്കൊള്ളാത്ത, എന്നാൽ അഖീദയിലും മറ്റു സലഫികളുടെ മാർഗം സ്വീകരിക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉത്തമം അവരുമായി വിട്ടുനിൽക്കലാണോ? ഒരിക്കലുമല്ല, അവരുമായി ചേർന്ന് പ്രവർത്തിക്കലാണ്. നമ്മുടെ നാടുകളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ദഅവ കൂട്ടായ്മ പൂർണ്ണമായും സലഫിയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. എല്ലാ വ്യക്തികളും അത് ഉൾക്കൊള്ളുന്നു എന്ന് അതിനർത്ഥമില്ല. മുസ്ലിമീങ്ങളിൽ അബദ്ധമുള്ളവരുള്ളത് കൊണ്ട് ഞാൻ ഇസ്ലാം ഒന്ന് പുറത്തു പോവാണ് എന്നൊരാൾ പറയാത്തതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളിലും കൂട്ടായ്മകളിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അതിൽ നിന്ന് പുറത്തു പോവുക എന്ന രീതി യഥാർത്ഥ മൻഹജിൽ പെട്ട കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് നമ്മളുടെ അഖീദ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. അഥവാ നമുക്ക് ധൈര്യസമേതം ലോകത്തോട് പറയാൻ സാധിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ഉസൂലുസ് സുന്ന ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ എന്തെല്ലാം മനഹജാണോ അതിൽ ഒന്നിനെ പോലും നിഷേധിക്കാതെ നമ്മൾ അംഗീകരിക്കും. അള്ളാഹുവിന്റെ സിഫാത്ത് മുതൽ ഇങ്ങോട്ട് പേച്ചുപോയ കക്ഷികളുടെ അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ, അതേപോലെ തന്നെ ഇമാം ബർബഹാരിയുടെ അസ്സുന്ന ഷർഹുസുന്ന, ഇമാം ബർബഹാരിയുടെ ഷർഹുസുന്ന എന്താണ് ഒരു യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്ന് വിശദീകരിക്കുന്ന ആ ഗ്രന്ഥത്തിലെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ വിഷയങ്ങളിലും നമ്മുടെ ദഅവ സമിതി വിശ്വസിക്കുന്നു. അതിലേതെങ്കിലും ഒരു മനഹജ് നമുക്കില്ല എന്ന് തെളിയിക്കുക സാധ്യമല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അൽ അഖീദത്തുൽ വാസിതിയയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അടക്കമുള്ള പണ്ഡിതന്മാർ അഖീദയുടെ വിഷയത്തിൽ എഴുതിയ മുഴുവൻ വിഷയങ്ങളും നമ്മൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും സലഫി അഖീദയും സലഫി പണ്ഡിതന്മാരുടെ മൻഹജും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വിഭാഗമാണ് നമ്മുടെ വിഭാഗം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇത് പൂർണ്ണമായും ഖുർആനിനും സുന്നത്തിനും എതിരാണ്
ഇസ്ലാം പഠിപ്പിക്കാത്ത മൻഹജാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചാൽ നാം അത് തിരുത്താൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുക സാധ്യമല്ല. എന്നാൽ മേൽ പറഞ്ഞതുപോലുള്ള വിഷയങ്ങളോ ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയമാണ്. അവിടെ നമ്മൾ ജനങ്ങളുടെ സ്വതന്ത്രമായ, വിദ്യാർത്ഥികളുടെ സ്വതന്ത്രമായ പഠനത്തിന് നമ്മൾ അത് വിടുന്നു. അതിൽ ഏറ്റവും ഹൈറായതിലേക്ക് നാം ജനങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്നു എന്ന് മാത്രമാണ് അതിൽ നാം സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതേപോലെ തന്നെ അഞ്ചാമത്തത്, ഇന്ത്യയെ പോലുള്ള ഒരു മതേതര രാജ്യത്ത് ജീവിക്കുന്നത് ശരിയായ സലഫിയത്ത് ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് എത്രമാത്രം സാധ്യമാകുന്ന. ഏത് നാട്ടിലും ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ പറ്റുമെങ്കിൽ ആ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? സലഫിയത്ത്. ചില ആളുകൾ ധരിച്ചിട്ടുണ്ട് മുസ്ലിം വേറെ, ഇസ്ലാം വേറെ, സലഫിയത്ത് വേറെ. ഒരിക്കലുമില്ല. മറിച്ച് യഥാർത്ഥ ഇസ്ലാം എന്താണോ അത് തന്നെയാണ് യഥാർത്ഥ സലഫിയത്ത്. ഇന്ത്യയിൽ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഇന്ത്യയിൽ ഒരാൾക്ക് പൂർണ്ണ സലഫിയായും ജീവിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ എന്താണെന്നറിയാം? ഒരു നാട്ടിൽ നിങ്ങൾക്ക് ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നു നിർബന്ധിതാവസ്ഥയിൽ, എങ്കിൽ പോലും നിങ്ങൾ ചെയ്ത ആ തെറ്റ് തെറ്റല്ല എന്നാണ്. എന്തുകൊണ്ട്? നിർബന്ധിതാവസ്ഥയിൽ ചെയ്യേണ്ടി വന്ന ഒരു വിഷയം എന്തല്ല, അത് അയാളുടെ കുറ്റമല്ല. എന്നതുപോലെ ഇന്ത്യ രാജ്യത്ത് മറ്റേതൊരു രാഷ്ട്രത്തെക്കാൾ കൂടുതൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന രാജ്യമാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെല്ലാം അൽഹംദുലില്ലാ, അറിയപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ നാം ജീവിക്കുന്ന ഈ രാജ്യമടക്കം പൂർണ്ണമായും ഇസ്ലാമും സലഫിയത്തും അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള, അനുവാദമുള്ള രാഷ്ട്രങ്ങളാണ് അൽഹംദുലില്ലാ. ഇവിടെ ജീവിക്കുന്നത് പോലെ തന്നെ ജീവിക്കാൻ പറ്റുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഏത് സലഫിയത്തിന്റെ, ഇസ്ലാമിന്റെ ഏത് തലനാരിയ കീറിയ വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷെ ചർച്ച ചെയ്യേണ്ടുന്ന രൂപത്തിലായിരിക്കണമെന്ന് മാത്രം. അതിന് സാധിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഒരു യഥാർത്ഥ മുസ്ലിമായി നമുക്ക് നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്നതാണ്. യാതൊരു കുഴപ്പവും അവിടെ ഇല്ല. മതസ്വാതന്ത്ര്യം നൽകുന്ന രാഷ്ട്രങ്ങളിൽ മുസ്ലിമീങ്ങളായി ജീവിക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ സംഘം മുസ്ലിമീങ്ങളെ എങ്ങോട്ടാ ഹിജ്റക്ക് പറഞ്ഞയച്ചത്? അബസീനിയയിലേക്കാണ്. അവിടെ ഇസ്ലാമിക രാഷ്ട്രമാണോ? ക്രിസ്ത്യൻ രാഷ്ട്രമാണ്. ക്രിസ്ത്യാനികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറയുക വഴി ഗുരുതരമായ പാപമാകുന്നു അവർ ചെയ്തിരിക്കുന്നത്. വേദങ്ങളിൽ അവർ തിരുത്തലുകൾ വരുത്തി എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേദം തിരുത്തി എന്ന് പറഞ്ഞ അള്ളാഹുവിന് മകനുണ്ടെന്ന് വാദിക്കുന്ന ക്രൈസ്തവ രാഷ്ട്രത്തിലേക്കാണ് മുസ്ലിമീങ്ങളെ ആര് പറഞ്ഞയക്കുന്നത്? അവര് സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ല. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ചും ഒരാൾക്ക് ഏതൊക്കെ നാട്ടിൽ മുസ്ലിമായി ജീവിക്കാമെന്നതിനെ കുറിച്ച് നമ്മളെക്കാൾ അറിവുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച അബിസീനിയയിലേക്കാണ്. എന്താ റസൂലുള്ള പറഞ്ഞെന്നറിയോ? അതൊരു ക്രൈസ്തവ രാഷ്ട്രമാണ്, അങ്ങോട്ട് പോകണ്ടെന്നല്ല. പിന്നെയോ അവിടുത്തെ മതമല്ല റസൂലുള്ള പറഞ്ഞത്. അവിടെ ജീവിക്കുന്ന, അവിടെ ഭരണം നടത്തുന്ന രാജാവ് നല്ല ഒരു രാജാവാണ്. റസൂലുള്ള പറഞ്ഞ വാചകമാണ്. മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തു സഹീഹയിൽ ആ വാചകം ഉദ്ധരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? നല്ല ഒരു രാജാവ്, മതസ്വാതന്ത്ര്യം നൽകുന്ന രാജാവ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ മതം അനുസരിച്ച് ജീവിക്കാൻ അദ്ദേഹം സമ്മതിക്കും. അദ്ദേഹത്തിന്റെ മതം അദ്ദേഹം നിർബന്ധിക്കുകയില്ല. റസൂലുള്ള കണ്ട നന്മയാണത്. നമ്മൾ പോസിറ്റീവായാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ പോസിറ്റീവായാണ് അള്ളാഹുവിന്റെ റസൂൽ പോസിറ്റീവായാണ് ചിന്തിച്ചത്. റസൂൽ ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ നെഗറ്റീവായല്ല ചിന്തിച്ചത്. ഒരു ക്രൈസ്തവ രാഷ്ട്രം, അള്ളാഹുവിന് മകനുണ്ടെന്ന് പറയുന്ന രാഷ്ട്രം, അതിനേക്കാൾ നല്ല ഇബ്രാഹിം നബിയൊക്കെ കഅബാലയം പണിത ഈ മക്ക തന്നെയാണ് എന്നാണോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത്? അല്ല. മതപരമായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാട്ടിൽ നിന്ന് മതസ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യത്തേക്ക് പോകണമെന്നാണ്. നാസറുദ്ദീൻ അൽബാനി ആ ഹദീസ് പറഞ്ഞതിന് ശേഷം പറയുന്നത്, ഇതിൽ തെളിവുണ്ട് ഹുർരിയത്തുദ്ദീനിയ്യ, മതസ്വാതന്ത്ര്യം നൽകുന്ന നാട്ടിലേക്ക് മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് പലായനം ചെയ്യാമെന്ന് വരെ ഇതിൽ തെളിവുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പേരുള്ള ഒരു ഭരണാധികാരി ഭരിക്കുന്ന ഒരു നാട്, പക്ഷെ ദീനനുസരിച്ച് ജീവിക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല. എന്നാൽ അമുസ്ലിം ഭരിക്കുന്ന ഒരു നാട്, അവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാം. എങ്കിൽ ഈ നാട്ടിൽ നിന്ന് ആ നാട്ടിലേക്ക് പോകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നതാണ്. അവിടെ മതസ്വാതന്ത്ര്യം എന്നതാണ് വിഷയം. നമ്മുടെ ഇന്ത്യയിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച്
അള്ളാഹുവിന്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മായിലും സിഫാത്തിലും വിശ്വസിച്ച് അത് പ്രചരിപ്പിച്ച് അത് അങ്ങാടികളിൽ മൈക്ക് കെട്ടി അയ്യുഹന്നാസ്, മനുഷ്യരെ, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, കല്ലിനെയോ മരങ്ങളെയോ മൂർഖൻ പാമ്പുകളെയോ ആരാധിക്കരുത്, പ്രതിഷ്ഠകളെ ആരാധിക്കരുത്, സൃഷ്ടാവായ നാഥനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് തെരുവുകൾ തോറും പ്രബോധനം ചെയ്യാനും പള്ളികൾ ഉയർത്തിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യം. അള്ളാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് പോയ ആദ്യം പറയാറുള്ളത്, ആ നാട്ടിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നുണ്ടോ നോക്കണം. ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ യുദ്ധത്തിന്റെ ആവശ്യമില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സമ്മതിക്കുന്ന ഒരു രാജ്യത്ത് പിന്നെ എന്തിനാണ് ആ നാട്ടുകാരോട് യുദ്ധം ചെയ്യുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അതുകൊണ്ട് അതിന് വരെ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ചില ആളുകൾ പറയും ഹിജറ പോണ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല, ഇന്ത്യ കുഫാറുകളുടെ നാടല്ലേ. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ജീവിച്ചിരിക്കുന്ന കിബാറുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരിയെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഫത്വയുടെ തുണ്ടം കാണിക്കാൻ കഴിയും? എന്നിട്ട് സിഹാറുകളായ ആളുകൾ അവർ തന്നെ പറയും വലിയ വലിയ കിബാറുകളിൽ നിന്നാണ് ദീന് പഠിക്കേണ്ടത്. എന്നാലോ അവരെടുക്കുന്ന ക്ലാസുകൾ ഇവരൊക്കെ കേൾക്കുകയും പഠിക്കുകയും ഇവരെ പിൻപറ്റുകയും ചെയ്യുകയും വേണം. എന്നാ അവര് പറയേണ്ടെന്താ, ഞങ്ങളും സിഹാറാണ്, ഞങ്ങൾ തൽക്കാലം ഉണ്ടെന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കല്ലേ വേണ്ടത്. അപ്പൊ കിബാറുകളിൽ നിന്ന് ദീന് പഠിക്കാവും, നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാരൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തലമുതിർന്ന തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല നല്ല പണ്ഡിതന്മാരെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. എന്നിട്ടോ ചെറിയ ചെറിയ ഈ ആളുകളായ ആളുകൾ അവരെ ദർശെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഞങ്ങൾ പറയുന്നത് ദീനായി നിങ്ങൾ കൊണ്ടിടക്കുകയും ചെയ്യണം എന്ന ആളുകളോട് പറയുകയും ചെയ്യുന്നതിൽ വിരോധാഭാസം എന്താണ്? ഞാൻ പറയുന്നു, ഷെയ്ഖ് മുജാസ് റഹിമഹുള്ള ജീവിച്ചിരുന്നിട്ടുണ്ട്. ഇന്ത്യയെക്കുറിച്ച് അറിയാനിട്ടാ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അമുസ്ലിം രാഷ്ട്രങ്ങളിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ജീവിക്കുന്നില്ലേ? ഇവരെല്ലാം കൂടി ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് ഹിജറ പോയാൽ താമസിക്കാൻ സ്ഥലം ഉണ്ടാവും. ഞാൻ പറഞ്ഞ വാചകമല്ല, പണ്ഡിതന്മാർ പറഞ്ഞ വാചകമാണ്. ഇന്ന് സൗദി അറേബ്യയിലെ മദീന പള്ളിയിൽ ദർസെടുത്തുകൊണ്ടിരിക്കുന്ന മുഹദ്ദിസുകളിൽപ്പെട്ട വസിയുല്ലാ അഡ്ഡാഷ് ഹഫിളഹുല്ലാഹ് ഇന്ത്യൻ പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം പഠിച്ചതും വളർന്നും കാര്യങ്ങളൊക്കെ സൗദിയിലാണ്. അദ്ദേഹം ചോദിച്ചത്, അമേരിക്കയെന്നും ബ്രിട്ടനും ഓസ്ട്രേലിയയെന്നും ലണ്ടനും റഷ്യയെന്നും ചൈനയും ഒക്കെ ഉള്ള മുസ്ലിങ്ങൾ ഇതൊക്കെ അനിസ്ലാമിക രാജ്യമെന്നും പറഞ്ഞു ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് വന്നാൽ അവർ ഉൾക്കൊള്ളാൻ കഴിയും. ഇസ്ലാം പ്രായോഗിക മതമാണ്, ഇസ്ലാം പ്രായോഗിക മതമാണ് എന്ന് മാത്രമല്ല, മറ്റേതൊരു ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മസ്ജിദുകളും ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, കേരളത്തിലെ മുഴുവൻ പള്ളിയും കേരളത്തിലെ മുഴുവൻ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മൾ അവിടെ ഒഴിവാക്കി നമ്മൾ പോയാൽ പിന്നെ ഈ പള്ളി അള്ളാഹുവിനെ ആരാധിക്കുന്ന പള്ളികളുള്ള ഒരു നാട്ടിൽ നിന്ന് ആരാധന നിർത്തേ. ബദർ യുദ്ധം നടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ബദറിന്റെ തൊട്ട് മുമ്പ്, അള്ളാഹുവെ ഈ സൈന്യത്തെ നീ പരാജയപ്പെടുത്തിയാൽ നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ പിന്നെ ഇവിടെ ഉണ്ടാവൂല റബ്ബേ, അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്ത്യയിൽ ആയിരക്കണക്കിനല്ല, അതിനേക്കാളൊക്കെ എത്രയോ കണക്കിന് പള്ളികൾ ഇന്ത്യയിലുണ്ട്. തൗഹീദിന്റെ ശബ്ദം മുഴങ്ങുന്ന എത്രയോ മതസ്ഥാപനങ്ങളുണ്ട്. വലിയ ഹദീസിന്റെ ദാറുൽ ഖുർആനിന്റെ ദാറുൽ ഹദീസിന്റെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ. ഇതൊക്കെ മുസ്ലിമുകൾക്ക് വിട്ടുകൊടുത്തിട്ട് അവിടുന്ന് പോവാണോ വേണ്ടത്? അതല്ല ഇസ്ലാമിക ദഅവത്ത് നടത്താൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രത്തിൽ അതെല്ലാം ഉപയോഗപ്പെടുത്തി പരമാവധി ആളുകളിലേക്ക് ഇസ്ലാമിനെ എത്തിക്കുകയും ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാക്കുകയാണോ വേണ്ടത്? ബുദ്ധിയുള്ള ഏതൊരു പണ്ഡിതനും പറയാം, നിങ്ങളെ നാട്ടിൽ നിന്ന് നന്നായി ദഅവത്ത് നടത്തണം. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിലെ അനിസ്ലാമിക ഭരണാധികാരികളെ അനുസരിച്ചുകൊണ്ട് അവർ ഖുർആനും ഹദീസിനും എതിര് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാത്ത കാലത്തോളം ഇനി ഏതെങ്കിലും ഫുറൂഇന്റെ വിഷയത്തിൽ നിങ്ങൾ അവരെ തടഞ്ഞാൽ നിങ്ങൾ അതിൽ നിർബന്ധം പിടിക്കരുതെന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പശുവിനെ അറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? പശുവിനെ അറക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലൊരു സുന്നത്തായ ഒരു വിഷയം പോലെ ഉണ്ട്. ഒരു മുസ്ലിം പശുയിറച്ചി തിന്നിരിക്കണം എന്ന് വല്ല നിബന്ധന ഇസ്ലാമിലുണ്ടോ? എന്നിരിക്കെ പശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവൻ അപകടപ്പെടുത്തരുത്. അങ്ങനെ ഒരു പ്രയാസം നാട്ടിലുണ്ടെങ്കിൽ പശുയിറച്ചിയെ നിങ്ങൾ തിന്നണ്ടെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മറിച്ച് നിങ്ങൾക്ക് തൗഹീദ് പറയാൻ സ്വാതന്ത്ര്യമുള്ള കാലത്തോളം ബാക്കി ഏത് അതിന്റെ ഫുറൂകളിൽ നിന്ന് നിങ്ങൾ തടയപ്പെട്ടാൽ പോലും അവിടെ പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു ശരിയായ മുസ്ലിമായി ജീവിക്കാൻ പറ്റുമെങ്കിൽ ശരിയായ സലഫിയായി ജീവിക്കാം. സലഫിയത്തും ഇസ്ലാമും വേറെ വേറെയല്ല, എല്ലാം ഒന്നിന്റെ രണ്ട് പേരുകളാണ് എന്ന് മാത്രം. അതേപോലെ ഒരു രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ദഅവാ പ്രവർത്തനങ്ങളിൽ സ്റ്റേജുകളിലും മറ്റുമൊക്കെ അമുസ്ലിമീങ്ങളായ ആളുകളെ കയറ്റി ഇരുത്തി അവരെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഹിക്മത്ത് എന്താണെന്നാണ് ചോദ്യം. സഹോദരങ്ങളെ, രണ്ട് വിഷയങ്ങളും
നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നത് നമ്മുടെ നാടുകളിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടിയാണ്. നമ്മുടെ നാടുകളിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടിയാണ്. മുസ്ലിമീങ്ങളും എല്ലാം നോക്കുന്നു. ചിലപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രം പഠിപ്പിക്കേണ്ടുന്ന ദർസുകൾ ഉണ്ടായിരിക്കും. എന്നാൽ പൊതുവെ നമ്മളുടെ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ആമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും കേൾക്കാനുള്ള വിഷയങ്ങളാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് നാം പ്രവർത്തിക്കുമ്പോൾ ഇന്ന് സൗദിയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് ഷെയ്ഖ് ഉബൈദുൽ ജാബിരി ഹഫിളഹുല്ലാഹ്. ഷെയ്ഖ് ഉബൈദുല്ലാഹ് ഇബ്നു ഉബൈദുൽ ജാബിരി ഹഫിളഹുല്ലാഹ്. അദ്ദേഹത്തോട് ചോദിച്ചു, അമുസ്ലിം രാജ്യങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളുടെ ഒക്കെ സപ്പോർട്ട് ഞങ്ങൾ തേടാറുണ്ട്, അതിന്റെ ഹുക്കുമെന്താണ്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, തീർച്ചയായും അത് ചെയ്യണം. കാരണം ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം, വേണ്ടേ? നമ്മൾ ആരാണ്, നമ്മൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷമേ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും പ്രബോധന പ്രവർത്തനത്തിന് എന്തുള്ളൂ, അനുവാദമുള്ളൂ. എന്നിരിക്കെ ഒരു അമുസ്ലിം രാഷ്ട്രത്തിൽ മുസ്ലിമീങ്ങൾ സംഘടിക്കുന്നത്, അവർ ഒരുമിച്ച് കൂടുന്നത് എന്തിനാണ് എന്ന് ആ നാട്ടിലെ ഭരണകൂടത്തെ, ഭരണാധികാരികളെ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെല്ലാവരും വരിക, മുസ്ലിങ്ങളൊക്കെ സ്റ്റേജിൽ ഇരുന്നോളി, മുസ്ലിങ്ങളൊക്കെ മുന്നിലിരുന്നോളി, അങ്ങനെ പറയല. അങ്ങനെയാ ചെയ്യാറുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, അതല്ലെങ്കിൽ ആ നാട്ടിലെ പഞ്ചായത്ത് തലത്തിൽ മുതൽ സംസ്ഥാന തലം വരെയുള്ള രാഷ്ട്രീയ നേതാക്കളെയാണ് വിളിക്കുന്നത്. ഏത് രാഷ്ട്രീയക്കാരാകട്ടെ. എന്തിനാ അവരെ വിളിക്കുന്നത്? അവരറിയണം നമ്മൾ ആരാണെന്ന്. അവർ നമ്മളെ വേദിയിൽ ഇരുന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്താൽ നാളെ നമ്മൾ തീവ്രവാദത്തിന് വേണ്ടി മീറ്റിംഗ് കൂടി അവർക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഞങ്ങൾ തീവ്രവാദത്തിനാണ് മീറ്റിംഗ് കൂടിയെങ്കിൽ നിങ്ങളല്ലേ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്? അപ്പൊ തീവ്രവാദികളുടെ പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. സഹോദരങ്ങളെ, നമ്മൾ എന്താണ് ജനങ്ങളോട് പറയുന്നത് എന്ന് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരറിയണം, നമ്മുടെ ഭരണകൂടം അറിയണം. അങ്ങനെ അറിയാൻ പറ്റുന്ന ഭരണതലത്തിലും നാട്ടിൽ സ്വാധീനമുള്ള ആളുകൾ, അത്തരം ആളുകളെയാണ് നാം വേദിയിൽ കയറ്റിയിരുത്തുന്നത്, അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നത്, അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്, അവരെ കൊണ്ട് ആശംസ പറയിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനല്ലാതെ പല ആളുകളും ക്ലാസുകൾ നടത്തിയതിന്റെ തിക്തഫലം അവർ അറിയുന്നുണ്ട്. കാരണം ഇസ്ലാമിക രാഷ്ട്രത്തെ പോലും പാടില്ല, സുതാര്യമായിരിക്കണം. സുതാര്യമല്ലാത്ത ക്ലാസുകൾ ഇസ്ലാമിക രാഷ്ട്രം പോലും ബ്ലോക്ക് ചെയ്യും, പിടിക്കും, അവരെ പിടികൂടും. എന്നതുപോലെ നമ്മുടെ നാടുകളിൽ ആളുകൾ അഡ്രസ് ഇല്ലാതെ, പ്രസ്ഥാനമില്ലാതെ ഒക്കെ പലയിടത്തിലും ഒരുമിച്ച് കൂടിയാൽ അത് പ്രശ്നമാണ്. അങ്ങനെ ഒരുമിച്ച് കൂടി ആളുകൾക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ആദർശം സുതാര്യമാണെങ്കിൽ അത് ലോക ജനതയോട്, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞില്ലേ, ആളുകളിൽ നിന്ന് മാറി രഹസ്യമായി ആരാണോ ദർസ് സംഘടിപ്പിക്കുന്നത് അവരെ സൂക്ഷിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്. മറിച്ച് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന ദീനിനെ കുറിച്ച് പറയുന്ന ആളുകൾ അവരായിരിക്കണം യഥാർത്ഥത്തിൽ ഇസ്ലാമിന്. കാരണം ഇസ്ലാമിൻ്റെത് ഒരു തുറന്ന പുസ്തകമാണ്. ഇസ്ലാമിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടത് പോലെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു വിരോധം, ഒരു പ്രശ്നവും ഒരു നാട്ടിലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത് എന്നത് നമ്മുടെ നാട്ടിലെ, നമ്മുടെ പഞ്ചായത്ത് തലം മുതൽ സ്റ്റേറ്റ് തലം വരെയുള്ള ഭരണാധികാരികൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ്, ന്യൂനപക്ഷമായ ഒരു രാഷ്ട്രത്തിൽ നമുക്ക് ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാടുകളിലെ ഭരണകൂടത്തിന്റെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ സഹായം ആവശ്യമുണ്ട്. അവരോടുള്ള ഒരു സഹായവും കൂടിയാണ് ഇത്. അത് പാടില്ല എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. അതിനാണ് ഞാൻ നേരത്തെ തെളിവ് ധരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വീട്ടിലും പോയിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? മൻ യഹ്മിലുനി ഹത്താ ഉബല്ലിഗ കലാമ റബ്ബി, എന്റെ റബ്ബിന്റെ കലാം ജനങ്ങളെ കേൾപ്പിക്കാൻ നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമോ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് വിശദമായി ആ കാര്യം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പോലും കഴിഞ്ഞത് പല അമുസ്ലിമീങ്ങളുടെ പ്രൊട്ടക്ഷൻ റസൂലുള്ളാഹ് ചോദിച്ചു വാങ്ങിനാണ്. ഇന്ന ആള് പ്രൊട്ടക്ട് ചെയ്യണം, എന്നാലേ ഞാൻ മക്കയിലേക്ക് വരൂന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അദീ ഇബ്നു മുത്തൈം എന്ന് പറയുന്ന ഒരു അമുസ്ലിം പറയാണ്, ഞാൻ താങ്കളെ സംരക്ഷിക്കാം. മുസ്ലിം അല്ല, മുസ്ലിം. റസൂലുള്ളാഹ് പറഞ്ഞ മുസ്ലിമായ നിന്റെ സഹായിക്ക് ആവശ്യമില്ല. ഇല്ല, റസൂലുള്ളാഹ് ആ സംരക്ഷണയിലാണ് മക്കയിൽ പ്രവേശിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഷൈബ് അബൂ താലിബിൽ 3000-ഓളം മുശ്രിക്കുകൾ നബിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് ആ നാട്ടുകാർ പറഞ്ഞതാണ്, നിന്റെ കുടുംബക്കാരും നാട്ടുകാരും നിന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി ആയത്തിന്റെ തഫ്സീറിൽ പറയാണ്, മുസ്ലിമീങ്ങളെ അള്ളാഹു അമുസ്ലിമീങ്ങളെ കൊണ്ട് സംരക്ഷിക്കുമെന്ന് ഈ ആയത്തിൽ തെളിവുണ്ട്.
അതുകൊണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ, ന്യൂനപക്ഷമുള്ള രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന അമുസ്ലിമീങ്ങളുടെ സഹായത്തോടു കൂടി അവർ മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ അനുഗുണമാക്കി തീർക്കാൻ വേണ്ടി അവരുമായി സഹകരിക്കുകയും അത്തരം ആളുകൾ ഭരണാധികാരത്തിൽ വരാൻ വേണ്ടി നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുകയും വേണമെന്നാണ് വലിയ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോഴാണ് ഒരു വിഭാഗം വന്നുകൊണ്ട് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല, ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല, എല്ലാവരും കൂടി ഇവിടുന്ന് പോവാണ് വേണ്ടത്. ഒരു ഇസ്ലാമികമായ സലഫിയത്തുമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജുമായി ഒരു അടിത്തറയുമില്ലാത്ത, ലോകത്ത് കിബാറുകളിൽപ്പെട്ട ഒരു പണ്ഡിതനും പറയാത്തതാണ് ഈ വാദം. മറിച്ച് ലോകത്തിലെ എണ്ണമറ്റ പണ്ഡിതന്മാർ പറഞ്ഞത് അമുസ്ലിമും മുസ്ലിമുകളും എല്ലാം ഉള്ള ഒരു രാജ്യത്ത് അമുസ്ലിമീങ്ങളാണ് ഭൂരിപക്ഷമെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നൽകുന്ന ആളുകൾ ഭരണത്തിൽ വരാൻ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം. എന്നാൽ ആ സമയത്തെങ്കിലും പറയേണ്ടത് നിങ്ങൾ ഇന്ന് പോരി നമ്മുടെ നാട്ടിലേക്ക് പോലും ഇവിടെ ഇസ്ലാമിക ഭരണമാണ്, അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ അവിടെ അമുസ്ലിമീങ്ങൾ, നിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നൽകുന്ന ആളുകൾ ഭരണകൂടത്തിൽ വരാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ നാം അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുത്ത ആളുകളോട് സ്നേഹബന്ധം പുലർത്തി റബ്ബിനെ തോൽപ്പിച്ചടങ്ങൂ എന്ന നിയ്യത്തിലാണോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? അല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കാത്തിന്റെ ഒരു വശം പോലും ആർക്ക് കൊടുക്കാനാ പറഞ്ഞത്? വൽ മുഅല്ലഫത്തിൽ ഒരു മുസ്ലിം സമ്പാദിച്ച ഹലാലായ ധനത്തിൽ നിന്ന് ആ മുസ്ലിമിന് കൊടുക്കണം. മുഅല്ലഫത്ത് ഖുലൂബ് രണ്ടവസ്ഥയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മൂന്നവസ്ഥയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാൾക്ക് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുമെങ്കിൽ കൊടുക്കണം. രണ്ട്, എന്തെങ്കിലും കിട്ടിയാൽ ഇസ്ലാമിലേക്ക് വരാമെന്ന് വിചാരിച്ചു നിൽക്കുന്ന ആൾക്ക് നിങ്ങൾ ധനം കൊടുക്കണം, അയാൾ ഇസ്ലാമിലേക്ക് വരട്ടെ. മൂന്നാമത് പറഞ്ഞത്, നിങ്ങളോട് ശത്രുതയുള്ള ഒരാൾ, അയാൾ പണക്കാരനാണ്, അയാൾ നേതാവാണ്, അയാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ നിങ്ങൾ ഉപദ്രവിക്കുന്നത് അയാൾ നിർത്തുകയും ചെയ്യുമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുക്കാം. അത് സക്കാത്തിന്റെ അസ്ല് മുസ്ലിമിന് കൊടുക്കാനാ? ഒരിക്കലുമില്ല. എന്നാൽ മറ്റുള്ളവരുടെ പ്രൊട്ടക്ഷനും മറ്റും ആവശ്യമുള്ളപ്പോൾ ചില നീക്കുപോക്കുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ രാജ്യത്ത് അമുസ്ലിമീങ്ങളുടെ സഹായത്തോടുകൂടി അല്ലാതെ നമുക്ക് നിലനിൽക്കുന്നത് സാധ്യമല്ല. അതുകൊണ്ട് നാം അവരെ നമ്മളുടെ വേദികളിൽ കൊണ്ടുവരുന്നത്, നമ്മുടെ പ്രോഗ്രാമുകൾ അവരെ പരിചയപ്പെടുത്തുന്നത്, അവരുടെ സഹായം നമ്മൾ ആവശ്യപ്പെടുന്നതൊക്കെ എന്തിനാണ്? കുഫറിനെ സഹായിക്കാനാ? അല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, റസൂലുള്ള തൗഹീദ് പറയുമ്പോൾ അബൂജഹൽ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു അവസ്ഥയെ ചില ആളുകൾ ചോദിക്കാം. അബൂജഹൽ വന്നിട്ട് പറയാണ്, ദാ മുഹമ്മദിന് ചിലത് പറയാനുണ്ട്, നിങ്ങളത് കേൾക്കണമെന്ന് അബൂജഹൽ പറയുമായിരുന്നെങ്കിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനെ കൊണ്ടത് പറയിപ്പിക്കുമായിരുന്നു. ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചോളൂ. കാരണം നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തിനാണ്? തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, ഏകദൈവ ആരാധനയുടെ പ്രാധാന്യവും ഇസ്ലാമിന്റെ സത്യവും ജനങ്ങളെ വിളിച്ചു പറയാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ആശംസ പറയുന്നത് നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങളാണ് എന്നത് അള്ളാഹു ചെയ്തു തന്ന നിയമത്തല്ലേ പ്രിയപ്പെട്ടവരെ? അതിനേക്കാൾ വലിയ നിയമത്ത് എന്താണ്? തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന പ്രോഗ്രാമുകൾക്ക് മുസ്ലിമീങ്ങൾ വന്ന് ആശംസ പറയുന്നു. ആ പ്രോഗ്രാമുകൾ അവർ നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരുന്നു. നിങ്ങൾക്ക് ബന്ധപ്പെട്ട സഹായങ്ങളൊക്കെ ഞങ്ങളുടെ ഗവൺമെന്റ് ചെയ്തു തരുമെന്ന് അവർ പറയുന്നു. ഇത് അള്ളാഹു ചെയ്തു തന്ന നിഅമത്താണ്. നിഅമത്തിനെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് ആളുകൾ പറയുന്നത്. പിന്നെ അമുസ്ലിങ്ങളോട് അങ്ങോട്ട് ചിരിക്കരുത്, കൈ കൊടുക്കരുത്, അവര് ഇങ്ങോട്ട് ചിരിക്കുകയാണെങ്കിൽ മാത്രമേ ചിരിക്കാവൂ. വേറെ ചില ആളുകൾ ഇങ്ങോട്ട് ചിരിച്ചാലും ശത്രുവാണ് ചിരിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ചിരിക്കാൻ, ശത്രു ഒന്നും അല്ലെങ്കിലോ അവരോട് തീരെ ചിരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ നമ്മുടെ നാട്ടിൽ സംസാരിക്കേണ്ട വിഷയം? അതല്ല, അത് ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമുണ്ടോ? എനിക്ക് എന്റെ സമയം കഴിഞ്ഞ 11 മണിക്ക് നിർത്തണമെന്നുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. ലോകത്തിലെ മുഴുവൻ മുഫസ്സിരീങ്ങളും, ലോകത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി എന്താണെന്നറിയുമോ? ഇസ്ലാം പരുഷമായ നിലപാട് സ്വീകരിക്കാൻ പറഞ്ഞത് ആരോടാ? ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ കൊല്ലുന്നു പറഞ്ഞ് വാളെടുത്തവനോടാണ്. എന്നാൽ ഖുർആനിലെ ഒരേ ഒരായത്തിൽ ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. എന്നാൽ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധത്തിന് വരികയോ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാത്ത ആളുകൾക്ക് നിങ്ങൾ പുണ്യം ചെയ്തു കൊടുക്കണം എന്നാണ്. എന്താണ്? പുണ്യം ചെയ്തു കൊടുക്കണം. എന്താ പുണ്യത്തിൽപ്പെട്ടത്? അവർ നിങ്ങളോട് ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ പെരുമാറണം. നമ്മളെ കാണുമ്പോൾ ചിരിക്കാത്തവരാണോ മുസ്ലിങ്ങൾ? അവരിങ്ങോട്ട് ചിരിച്ചാലും നമ്മൾ ചിരിക്കാതെ നിൽക്കുന്നത് ഇസ്ലാം ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന് വരെ പഠിപ്പിച്ച ഇസ്ലാമിന് യോജിച്ചതാണ്. മാത്രമല്ല പണ്ഡിതന്മാർ പറയണം, മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമിൻ ഹഫിളഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്,
നമുക്കവർ മതസ്വാതന്ത്ര്യം നൽകിയതുപോലെ, നമ്മളോടവർ ഷണ്ടക്ക് വരാത്തതുപോലെ, നമ്മളോട് അവർ നല്ല നിലക്ക് വർത്തിക്കുന്നത് പോലെ തിരിച്ചും നിങ്ങൾ അങ്ങോട്ടും വർത്തിക്കണമെന്നാണ്. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, അമുസ്ലിമീങ്ങളോട് മുവാലാത്ത് പാടില്ല എന്ന് പറഞ്ഞത് അവരുടെ ആദർശത്തോടുള്ള മുവാലാത്താണ്. എന്നാൽ വ്യക്തികൾ എന്നുള്ള നിലക്ക് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്തൊരു അമുസ്ലിമാണെങ്കിൽ ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവം കൊണ്ട് പറഞ്ഞ് ജനങ്ങളോട് സൽസ്വഭാവത്തോടു കൂടി പെരുമാറണമെന്നാണ്. പുഞ്ചിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സൽസ്വഭാവമാണ്? സൽസ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ചിരിയാണ്. ഒരാളെ കാണുമ്പോൾ ചിരിക്കുമ്പോൾ മനസ്സിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് കൂട്ടരെ. നേരെ മറിച്ച് ഒരു മനുഷ്യനെ കാണുമ്പോൾ ചിരിക്കാത്ത ഒരാളോട് നമ്മൾ എങ്ങനെയാ ദൈവത്തെ നടത്തുക? ഇസ്ലാമിന്റെ വിശാലമായ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ചിരിക്കാതെ ഇങ്ങനെ മസില് പിടിച്ചു നിന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യത, അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും ചിരിക്കുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും പുഞ്ചിരിയോടുകൂടിയാണ് സ്വീകരിച്ചത്. അപ്പൊ ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ സന്ദർഭത്തിൽ നടത്തി മാറ്റിയ ചില വിഷയങ്ങൾ പ്രചരിപ്പിക്കാന്നല്ലാതെ ഇതൊക്കെ അസിലായി പഠിപ്പിക്കുക. എന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് കുത്തിക്കയറ്റിയിട്ട് അവരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ സൂക്ഷിക്കണമെന്ന് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വിശാലമായ സമാധാനത്തിന്റെ മതമായ ഇസ്ലാം നന്മ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത്. ഈ വൈകിയ വേളയിൽ ഞാൻ നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ മറ്റു സന്ദർഭങ്ങളിൽ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ നിലക്കുമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി ശരിയായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ മനഹജ് ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂടെ തോളോട് തോട് ചേർന്ന് പ്രവർത്തിക്കുവാനും സന്തോഷത്തോടുകൂടി യഥാർത്ഥ മനഹജ് ഉൾക്കൊണ്ടുകൊണ്ട് ദഅവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.